ഓരോ മതത്തിനും വ്യത്യസ്ത സംസ്കാരങ്ങളാണെന്നും ആ മതങ്ങളുടെ എല്ലാം സംയോഗമാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സ്വാതന്ത്ര്യ സമരത്തിനെ നയിച്ച നേതാക്കന്മാർ പറഞ്ഞത്. മതത്തിനല്ല സംസ്കാരം, രാഷ്ട്രത്തിനാണ് സംസ്കാരം എന്നും ആ സംസ്കാരം അനുസരിച്ച് വിശ്വാസം മതപരമായത് വിശ്വാസം വ്യക്തിപരമാണെന്നും സംസ്കാരം സാമൂഹികമാണെന്നും അത് ദേശീയമാണെന്നും പഠിപ്പിക്കേണ്ടതായിരുന്നു. അത് പറയുന്നതിന് പകരം മതസംസ്കാരവാദം പറഞ്ഞതാണ് പിഴയ്ക്കാൻ കാരണം. അത് ആത്യന്തികമായിട്ടൊന്നും പറയാൻ പറ്റില്ല. വിഭജനത്തിലേക്ക് എത്തിയതും ഈ മതസംസ്കാരവാദമാണ്. ഞാൻ എല്ലായിടത്തും മുമ്പ് ഈ വേദിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മതത്തിനാണ് സംസ്കാരമെങ്കിൽ അല്ല എന്നുള്ളതിന് വളരെ ലളിതമായി നമുക്കതിനെ ബോധ്യപ്പെടുത്താൻ പറ്റും. മതത്തിനാണ് സംസ്കാരമെങ്കിൽ ലോകത്തിലെ എല്ലാ ക്രൈസ്തവ രാജ്യങ്ങളിലും ഒരു സംസ്കാരമേ ഉണ്ടാകാൻ പാടുള്ളൂ. ക്രിസ്തു മതമാണ് ആ രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. ഒരേ ബൈബിൾ, ഒരേ ക്രിസ്തു, അതിൻ്റെ പ്രമാണങ്ങളും ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ മതത്തിനാണ് സംസ്കാരമെങ്കിൽ ലോകത്തിലെ ഇപ്പോൾ അമേരിക്ക ആയാലും ഇംഗ്ലണ്ട് ആയാലും ഓസ്ട്രേലിയ ആയാലും റോമൻ ഇറ്റലി ആയാലും ഒക്കെ ഗ്രീസ് ആയാലും ഇതെല്ലാം ഒരേ സംസ്കാരമുള്ള രാജ്യങ്ങളായി മാറണ്ടേ? മതത്തിനാണ് സംസ്കാരമെങ്കിൽ എന്തുകൊണ്ടല്ല എന്നാണ് വളരെ ലളിതമാണ്. മതത്തിനല്ല സംസ്കാരം, രാഷ്ട്രത്തിനാണ് സംസ്കാരം. മതത്തിനായിരുന്നു സംസ്കാരമെങ്കിൽ ലോകത്തിലെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ഒരു സംസ്കാരമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇന്തോനേഷ്യയുടെ സംസ്കാരമായിരിക്കണം പാകിസ്ഥാൻ്റെ സംസ്കാരമായിരിക്കണം, പേർഷ്യയുടേതായിരിക്കണം, തുർക്കിയുടേതായിരിക്കണം, ഈജിപ്തിൻ്റേതായിരിക്കണം, സൗദി അറേബ്യയുടേത്. ഇതെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളാണ്. എന്തുകൊണ്ട് ഇതെല്ലാം ഇസ്ലാമിക രാജ്യമായിട്ടും ഒരേ സംസ്കാരമല്ല? അറേബ്യയുടെ സംസ്കാരമാണോ തുർക്കിയുടെ സംസ്കാരമാണോ ഇന്തോനേഷ്യയുടെ സംസ്കാരമാണോ ഇറാന്റേത്? എന്തുകൊണ്ടല്ല? സംസ്കാരം രാഷ്ട്രത്തിനാണ്. വളരെ ലളിതമാണ്. ഈ പാഠം നമ്മുടെ ദേശീയ നേതാക്കന്മാർ ആദ്യകാലത്ത് പറഞ്ഞ് പഠിപ്പിക്കുകയും മതം വിശ്വാസമാണ്, അത് അവരുടെ വ്യക്തിപരമോ അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ മാത്രം കാര്യമോ ആണ്, സംസ്കാരം ദേശീയമാണ്, അത് മുഴുവൻ നാടിൻ്റേതുമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതായിരുന്നു. അത് പഠിപ്പിക്കാതെ പോയതിൻ്റെ പിഴയാണ് രാഷ്ട്രം വിഭജനങ്ങൾ ആവർത്തിച്ച് നടന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും സമൂഹത്തിൽ വിഭജനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. അത് ഈ സ്വാഗതത്തിൽ അത് സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ ആ വിഷയം സൂചിപ്പിച്ചത് മാത്രം അതല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ സാംസ്കാരിക ഉന്മൂലനത്തിന്റെ ഒരു പ്രത്യയശാസ്ത്രം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാനാണ്. ഭാരതത്തിന്റെ സംസ്കാരം എന്താണെന്നോ അതിന്റെ മൂല്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് നേരെ കടക്കുകയാണ്. ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞ ഒരു ബുദ്ധിജീവി കേന്ദ്രം ജർമ്മനിയിൽ രൂപപ്പെട്ടിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യം. ഒത്തിരി ബുദ്ധിജീവികളുണ്ട്. പേരുകളൊക്കെ തന്നെ പറഞ്ഞാൽ നാക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകില്ല. അങ്ങനത്തെ കുറെ ബുദ്ധിജീവികൾ, കാൾ ഗുരൻബെർഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര്. അത്തരം ബുദ്ധിജീവികളുടെ പഠനത്തിന്റെ ഒരു താല്പര്യം ലക്ഷ്യം മാർക്സിയൻ സ്റ്റഡി. അവരതിന് മുൻപ് മറ്റേ ക്രിട്ടിക്കൽ സ്റ്റഡി, ഡീകൺസ്ട്രക്ഷൻ ഇത്യാദി കുറെ സങ്കേതങ്ങൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ചർച്ചാ വിഷയമല്ല. മാർക്സിയൻ സ്റ്റഡി എന്നുള്ളതായിരുന്നു അവരുടെ ഒരു മേഖല. ആ മേഖലയെക്കുറിച്ച് പഠിക്കാൻ 1923-24 കാലത്താണ് അത് ആരംഭിച്ചത്, ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് തോട്ട്. പിന്നീട് അതിൻ്റെ തലവനായിട്ട് മാക്സ് ഹോക്ക്ഹീമർ എന്നൊരാളിൻ്റെ ഡയറക്ടറായി മാറുകയും ഒക്കെ ചെയ്തു. ആ വേളയിൽ അവരുടെ പഠനത്തിൻ്റെ ഒരു കാര്യം അവർ പറഞ്ഞത് വിപ്ലവ പ്രവചനം തെറ്റിപ്പോയി എന്നുള്ളതാണ്. മാർക്സിന്റെ പ്രവചനം തെറ്റിപ്പോയി. അതെന്തുകൊണ്ട് തെറ്റി എന്നുള്ളതായിരുന്നു പിന്നത്തെ പഠനം. എന്തായിരുന്നു മാർക്സിന്റെ പ്രവചനം? മുതലാളിത്തം വളർച്ച മുറ്റിയ വ്യവസായവൽകൃത സമൂഹങ്ങളിലാണ് സോഷ്യലിസ്റ്റ് വിപ്ലവം അരങ്ങേറുക. വ്യവസായവൽക്കരണം വളർച്ച മുറ്റിയ
മുതലാളിത്തം വളർച്ച മുറ്റിയ വ്യവസായവൽകൃത സമൂഹങ്ങളിലാണ് സോഷ്യലിസ്റ്റ് വിപ്ലവം അരങ്ങേറുക. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. കാരണം ഈ തൊഴിലാളി മുതലാളി അന്തരങ്ങൾ ഉണ്ടാവുന്നതും ചൂഷണങ്ങളൊക്കെ ഉണ്ടാവുന്നതും വ്യാവസായിക രാജ്യങ്ങളിലായിരിക്കുമല്ലോ. അപ്പോൾ അത്തരം രാജ്യങ്ങളിൽ ചൂഷണത്തിന് വിധേയരാകുന്ന തൊഴിലാളികൾ ആത്യന്തികമായി അവർ വിപ്ലവം നടത്തുകയും സോഷ്യലിസം കൊണ്ടുവരികയും ചെയ്യും. ഇതായിരുന്നു മാർക്സിയ സിദ്ധാന്തത്തിന്റെ ഒരു തിയറി ആയിട്ട് അഥവാ ഒരു അടിസ്ഥാന ആശയമായിട്ട് കണക്കാക്കിയിരുന്നു. പക്ഷെ ഈ വിപ്ലവം നടന്നത് അങ്ങനത്തെ രാജ്യങ്ങളിലല്ലല്ലോ. പാശ്ചാത്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വ്യവസായവൽക്കൃത വൻകിട രാജ്യങ്ങളിലൊന്നും വിപ്ലവം നടന്നില്ല. താരതമ്യേന കാർഷികമോ ദരിദ്രമോ ആയിട്ടുള്ള റഷ്യയിലും ചൈനയിലും ഒക്കെയാണ് വിപ്ലവം നടന്നത്. അപ്പോൾ പ്രവചനം ശരിയായിരുന്നെങ്കിൽ അവിടെ അല്ലല്ലോ നടക്കേണ്ടത്. അങ്ങനെ പ്രവചനം തെറ്റി എന്നുള്ളതായിരുന്നു. അതെന്തുകൊണ്ട് തെറ്റി എന്നുള്ളതായിരുന്നു അവരുടെ ഒരു പഠനത്തിന്റെ ലക്ഷ്യവും താല്പര്യവുമായിട്ട് അവർ കണക്കാക്കിയത്. എന്ന് മാത്രമല്ല, വിപ്ലവം നടന്ന ഇടങ്ങളിൽ സോഷ്യലിസം വരികയും ഭരണകൂടം കൊഴിഞ്ഞു പോവുകയും ചെയ്യും എന്നൊക്കെ ആയിരുന്നല്ലോ അതിൻ്റെ സങ്കല്പങ്ങൾ. ഈ ഭരണകൂടം കൊഴിഞ്ഞു പോയില്ല എന്ന് മാത്രമല്ല, ജനകീയ ജനാധിപത്യത്തിന് പകരം ഏകാധിപത്യം വരികയും സമഗ്രാധിപത്യം ഉണ്ടാവുകയും ഒക്കെയാണ് സംഭവിച്ചത്. വിപ്ലവം നടന്ന ഇടങ്ങളിൽ ആ ചരിത്രമൊക്കെ നമുക്കറിയാം. ഇവിടുത്തെ ചർച്ചാ വിഷയം അല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. നടന്ന ഇടങ്ങളിൽ അത് ഏകാധിപത്യത്തിലേക്കും ഒക്കെ പോവുകയും സമഗ്രാധിപത്യത്തിലേക്ക് പോവുകയും ജനാധിപത്യം സമ്പൂർണമായി ഇല്ലാതെയാവുകയും ഓൾ ആർ ഈക്വൽ സം ആർ മോർ ഈക്വൽ എന്ന തരത്തിലേക്ക് കാര്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തതായിട്ടാണല്ലോ ചരിത്രം. അത് നമ്മൾ പറഞ്ഞു പഠിക്കേണ്ട കാര്യമല്ല, നമ്മുടെ മുമ്പിലെ ചരിത്രമാണ്. അതുവരെയുള്ള കമ്മ്യൂണിസ്റ്റ് നിഗമനം അങ്ങനെ അവർ പഠിച്ചു വന്നപ്പോൾ അവർ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് നമ്മുടെ വിഷയത്തിന്റെ ഒരു ഭാഗം. ഒന്ന്, അതുവരെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നിഗമനം എന്ന് പറയുന്നത് സമൂഹത്തിനെ നിയന്ത്രിക്കുന്നത് സമ്പത്താണ്. അതായിരുന്നല്ലോ അതിൻ്റെ ഒരു അടിസ്ഥാനം. കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനവും സമ്പത്താണ്. സാമ്പത്തികമായ ഒരു സമത്വം ഉണ്ടായാൽ സംഘർഷമില്ലാണ്ടാവും, ചൂഷണമില്ലാണ്ടാവും എന്നൊക്കെയുള്ളതാണല്ലോ ഒരു സാമാന്യ സങ്കല്പന. കമ്മ്യൂണിസ്റ്റ് തിയറികളൊന്നും അല്ല പറയുന്നത്. സമ്പത്താണ് സമൂഹത്തിനെ നിയന്ത്രിക്കുന്നത്. അതിൻ്റെ ആധിപത്യം ഉള്ളത് കൊണ്ടാണ് ചൂഷണം ഉണ്ടാകുന്നത്, മുതലാളിത്തം ഉണ്ടാകുന്നത്, ചൂഷണം ഉണ്ടാകുന്നതും എന്നൊക്കെയുള്ള ഒരു സാമാന്യമായ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളായിരുന്നു നമ്മുടെ നാട്ടിലും ലോകത്തിലും ഉണ്ടായിരുന്നത്. രാഷ്ട്രീയ ഘടന എന്നൊക്കെ പറയുന്നത് ഈ സമ്പത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പക്ഷെ ഇപ്പോൾ ഇവര് കണ്ടെത്തിയ ഒരു ആലോചന ഈ സ്ട്രക്ചർ സ്ട്രക്ചറിന് മേൽ, സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സമ്പത്താണ്, അതിൻ്റെ മേലൊരു സൂപ്പർ സ്ട്രക്ചർ വേറെ ഉണ്ട് എന്നാണ് അവരുടെ ഒരു ആലോചനയും കണ്ടുപിടുത്തവും. അത് എന്താണ് എന്ന് അവർ പറഞ്ഞു. സാംസ്കാരിക ഭൈഷണിക ഘടന. സാംസ്കാരികമായ ഒരു സൂപ്പർ സ്ട്രക്ചർ അദൃശ്യമായതുണ്ട് സമ്പത്തിന്റെ മേലെ. സമൂഹത്തിനെ നിയന്ത്രിക്കുന്നത് സമ്പത്തല്ല, അതിന് മേലെ അദൃശ്യമായതും എങ്കിലും പ്രബലമായ ഒരു സൂപ്പർ സ്ട്രക്ചർ വേറെ ഉണ്ട് എന്നാണ് ഇവരുടെ പഠനത്തിൽ അവർ പറഞ്ഞത്. ആ സൂപ്പർ സ്ട്രക്ചർ പലതരത്തിലാണ്. അതിനെ ഐഡിയോളജിക്കൽ ഹെജിമണി എന്നാണ് അവർ ഉപയോഗിച്ച ഒരു വാക്ക്. പ്രത്യയശാസ്ത്ര മേൽക്കോയ്മ എന്നാണ് അവരുപയോഗിച്ച ഒരു വാക്ക്. ഇങ്ങനെ സംഭവിക്കാൻ കാരണവും അവർ ആലോചിച്ചു. ആ കാരണം എന്ന് പറയുന്നത് ഒരു മാസ് കൾച്ചറിന്റെ ഉദയം യൂറോപ്പിലൊക്കെ ഉണ്ടായി. മാസ് കൾച്ചർ ഉണ്ടാവാൻ കാരണം വ്യവസായവൽക്കരണം നടന്നത് യൂറോപ്പിലാണല്ലോ. ആ വ്യവസായ വിപ്ലവം ഉണ്ടായതിനെ തുടർന്ന് സാമൂഹികമായി ഉള്ള ഒരു ജീവിതം, യൂറോപ്യൻ നവോത്ഥാനമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ടെക്നോളജി വളർന്നു. ചില നാഗരികതകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് ആശയങ്ങളും കലകളും സംഗീതവും ഒക്കെ ഉണ്ടാവുന്നു. അത് മനുഷ്യനെ ഒന്നിപ്പിക്കുന്നു. ഇപ്പൊ കലകൾ, സിനിമ, ഇതൊക്കെ സമൂഹത്തിലെ ഒരേ ആശയം എത്തിക്കുവാനുള്ള ഉപാധിയാക്കി മാറ്റപ്പെട്ടു. അങ്ങനെ സമൂഹത്തിനെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു. മനുഷ്യൻ ഒറ്റപ്പെട്ട ഈ ക്രിട്ടിക്കൽ തിയറി എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനെ സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അതിലേക്ക് ഞാൻ അവസാനം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും, സാമൂഹികമോ മതപരമോ രാഷ്ട്രീയമോ ഒക്കെയായ ഈ നിയന്ത്രണങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ക്രിട്ടിക്കൽ തിയറിയുടെയൊക്കെ ഒരു ആശയം. ഈ പുതിയ തിയറികളുടെയൊക്കെ ലക്ഷ്യമതാണ്. പക്ഷെ അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? അവരെ നിയന്ത്രിക്കുന്ന, അവരുടെ മേലെ ആധിപത്യം പുലർത്തുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിടുതലുണ്ടാക്കണം. അങ്ങനെ വിടുതലുണ്ടാക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ ചർച്ചകളും പഠനങ്ങളും ഒക്കെ നടത്താൻ തീരുമാനിച്ചത്. ഈ സമൂഹത്തെ ഈ കലയും സംഗീതവും സാഹിത്യവും ഒക്കെ
മനുഷ്യനെ കൂടുതൽ കൂടുതൽ സ്വാധീനിക്കുകയും പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ജനങ്ങൾ കൂടുതൽ സമയം അവയിൽ മുഴുകുമ്പോൾ അതിലൂടെ ആശയങ്ങളും മൂല്യങ്ങളും നുഴഞ്ഞു കയറുന്നു എന്നാണ് അവർ ഉപയോഗിച്ച വാക്ക്. നുഴഞ്ഞു കയറുകയാണ്. ഇപ്പോൾ സിനിമയിലൂടെ ആശയങ്ങൾ നുഴഞ്ഞു കയറുമല്ലോ, നല്ലതായാലും തീയതായാലും. സാഹിത്യത്തിലൂടെ, കവിതയിലൂടെ ഒക്കെ ഏത് ആശയമാണോ ആൾക്കാരിലേക്ക് സന്നിവേശിപ്പിക്കാൻ പറ്റുന്നത് അതിനൊക്കെ നമ്മുടെ നാട്ടുമ്പുറത്തെ രീതിയിൽ പറഞ്ഞ പണ്ടത്തെ കടാമംഗല സദാനന്ദന്റെ സാംബശിവന്റെ കഥാപ്രസംഗം കേൾക്കുമ്പോൾ നല്ല രസമാണെങ്കിലും അതിന്റെ അകത്തൂടെ ഇവിടെ സോമേട്ടൻ പണ്ട് പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഈ കള്ളനോട്ട് വിതരണം ചെയ്യുന്നത് ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ 500-ന്റെ ഒരു കെട്ട് കള്ളനോട്ട് കൊണ്ടുപോയി തല്ലല്ലോ കൊടുക്കുന്നത്. അതപ്പം തന്നെ പിടിക്കും. 500-ന്റെ നോട്ടുകളുടെ കൂടെ കുറെ കള്ളനോട്ട് വെച്ച് കൊടുക്കും. ബാക്കി നല്ലതായിരിക്കും. അപ്പൊ നല്ല നോട്ടിന്റെ ഇടയിൽ കള്ളനോട്ട് വെക്കുമ്പോഴേ പിടിക്കാതിരിക്കൂ എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന സങ്കേതങ്ങളുടെ കൂട്ടത്തിൽ അതിനുള്ളിലൂടെ മാസ് കൾച്ചർ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് അവരുടെ ഒരു കണ്ടെത്തൽ. മനുഷ്യനെ കൂടുതൽ കൂടുതൽ പരസ്പരം ബന്ധിപ്പിക്കുന്നു. അങ്ങനെ കൺസ്യൂമറിസം മറ്റൊരു തരത്തിൽ ബന്ധിപ്പിക്കുകയാണ്. ഇങ്ങനെ ബന്ധിപ്പിക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ ആലോചനയുടെ ഒരു ഭാഗം. പാശ്ചാത്യ രാജ്യങ്ങളിൽ വിപ്ലവം നടക്കാതെ പോയത് ഈ ഐഡിയോളജിക്കൽ ഹെജിമണി കാരണമാണ്. വ്യവസായ വിപ്ലവത്തിലൂടെ അവർ നേടിയ സാമൂഹിക ബോധവും ഒക്കെ അവരെ കൂടുതൽ കൂടുതൽ ബന്ധിപ്പിച്ചത് കൊണ്ടാണ്, ഐഡിയോളജിക്കലായ ഒരു മേൽക്കോയ്മ അവരിൽ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ് സോഷ്യലിസ്റ്റ് വിപ്ലവം ഏശാതെ പോയത്. തൊഴിലാളി വർഗം അവരെ ശക്തമായിരുന്നിട്ടും വിപ്ലവം നടന്നില്ല എന്നുള്ളതാണ് ഇവർ കണ്ടെത്തിയ കാര്യം. ഇതേ പഠനം ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് തോട്ടിൽ ഇവർ ഈ പഠനം നടത്തുമ്പോൾ തന്നെ ഇറ്റലിയിൽ വേറൊരു ബുദ്ധിജീവിയും ഇതേ കാര്യം പഠിക്കുന്നുണ്ടായിരുന്നു. മാർക്സിൻ സ്റ്റഡി. അദ്ദേഹത്തിന്റെ പേര് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, അന്റോണിയോ ഗ്രാംഷി. അദ്ദേഹവും പഠിച്ചു. ഞാൻ ആ പഠനത്തെക്കുറിച്ച് പറയുന്നില്ല. അദ്ദേഹം പഠിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്തിട്ട് അദ്ദേഹം ഒരു കാരണം കണ്ടെത്തി. ഈ മാർക്സിന്റെ പ്രവചനം തെറ്റിപ്പോയതിന്റെ ഒക്കെ കാരണം ഈ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന വേറൊരു സാധനമാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. തിയറി ഓഫ് കൾച്ചറൽ ഹെജിമണി എന്നാണ് അദ്ദേഹം കണ്ടെത്തിയ തിയറി ഓഫ് കൾച്ചറൽ ഹെജിമണി. സാംസ്കാരിക മേധാവിത്വം നമ്മളെ പറയുന്നത് വേറെ അർത്ഥത്തിലാണ്, പക്ഷെ ഇവർ ഒരു ആധിപത്യമായിട്ടാണ് ഗ്രാംഷി ഇതിനെ പറഞ്ഞത്. ആശയപരമായോ സാംസ്കാരികമായോ ഉള്ള മേൽക്കോയ്മ. അത്തരം മേൽക്കോയ്മ എന്ന് പറയുമ്പോൾ എന്താണ്? മൂല്യങ്ങൾ. മുമ്പേ ഇവിടെ സൂചിപ്പിച്ച ചില മൂല്യങ്ങളുണ്ടാവും, ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടായിരിക്കും, ചില ആശയങ്ങൾ ഉണ്ടായിരിക്കും, ലോകവീക്ഷണം ഉണ്ടാവും. സമൂഹങ്ങളോ വ്യക്തികളോ തമ്മിൽ ഇടപഴകുമ്പോൾ ചില മര്യാദകൾ പാലിക്കേണ്ടതിനെ കുറിച്ച് പറയും. നമ്മൾ ഈ സാംസ്കാരിക മൂല്യങ്ങൾ എന്നൊക്കെ ഇപ്പൊ മുതിർന്നവർ വരുമ്പം എഴുന്നേക്കണം, അതൊരു സാംസ്കാരിക മൂല്യമാണ്, ഒരു സങ്കല്പമാണ്. അങ്ങനെ എഴുന്നേറ്റില്ല എന്നാ കുഴപ്പം? അതിപ്പോ ചോദിക്കുന്നുണ്ടോ? നമ്മുടെ പിള്ളേർ ചോദിക്കുന്നുണ്ട്, എന്താ എഴുന്നേറ്റിപ്പോ? അപ്പൊ അത്തരം മൂല്യങ്ങൾ മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്നാണ്. അപ്പൊ ആ മൂല്യങ്ങളുടെ മേധാവിത്വം ഉണ്ടെങ്കിൽ തന്നെയല്ല, മൂല്യങ്ങളെ കുറിച്ച് ഗ്രാംഷി പറഞ്ഞത് അധീശവർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ മൂല്യങ്ങൾ ഉണ്ടാക്കിയതെന്നാണ്. അധീശവർഗങ്ങളുടെ താല്പര്യങ്ങളാണ്, അത് സംരക്ഷിക്കാൻ വേണ്ടി ഇത് മൂല്യമാണ്, സംസ്കാരമാണെന്ന് പറയുമ്പോൾ പിന്നെ ആരും ചോദ്യം ചെയ്യത്തില്ലല്ലോ. അതിനു വേണ്ടി ഉണ്ടാക്കിയതാണെന്നാണ്. കോട്ടയത്ത് YMCA കുറച്ചു കാലം മുൻപ് ഒരു പ്രഭാഷണം ഞാൻ കേട്ടു. നമ്മുടെ ഒരു വലിയ ദളിത് നേതാവിൻ്റെ, കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വലിയ ദളിത് വാദക്കാരൻ്റെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം. അപ്പം പത്രത്തിൽ ഇന്നത്തെ പരിപാടി കണ്ടു പോയതാണ്. അപ്പോൾ സ്ത്രീ വിമോചനമാണ്. ആ ഇടയ്ക്ക് കുറേ ചർച്ചകളും കാര്യങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കൊല്ലത്തു നിന്നുള്ളൊരു ലേഡി പ്രൊഫസറായിരുന്നു ഉദ്ഘാടനം. അത് കഴിഞ്ഞ് ഇദ്ദേഹം മുഖ്യ പ്രസംഗത്തിൻ്റെ തീരാറായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വേദോപനിഷത്തുക്കളൊക്കെ എഴുതിയത് സ്ത്രീകളെ അടിമയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം ഒറ്റ പ്രഖ്യാപനമായിരുന്നു. വേദോപനിഷത്തുക്കളൊക്കെ എഴുതിയത് സ്ത്രീകളെ അടിമയാക്കി വെക്കാൻ വേണ്ടിയാണ്. പ്രസംഗം തീർന്നു. അദ്ദേഹം പുറത്തു പോയി അവിടെ വഴിയരികിലുണ്ടായിരുന്ന ഒരു ചെറിയ പെട്ടിക്കടയിൽ പോയിട്ട് കട്ടൻ ചായയും ദിനേശ് ബീഡി, കാരണം അതാണല്ലോ ബുദ്ധിജീവിയുടെ അടയാളം. ഒരു കട്ടൻ ചായ മേടിച്ചു, ദിനേശ് ബീഡി മേടിച്ച് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എല്ലാം മുണ്ടൊക്കെ മാറ്റി കുത്തി ഒരു നാട്ടുപുറപ്പുകാരനായിട്ട് ചെന്ന് അടുത്ത് കൂട്ടിയിട്ട് ചോദിച്ചു, എൻ്റെ സാധനം മുമ്പേ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞെന്നാൽ ഏതാണ് ഈ ഏത് വേദത്തിലല്ല ഏത് ഉപനിഷത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ആരെങ്കിലും ചോദിച്ചാൽ പറയണ്ടേ? അപ്പൊ പുള്ളി എന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, അത് വേദോപനിഷത്തുക്കളെന്ന് പറഞ്ഞ ജ്ഞാനഭണ്ഡാകാരമാണല്ലോ. അപ്പൊ അത് അങ്ങനെ എനിക്ക് പറയാൻ പറ്റിയല്ലോ ഇവിടെ വന്നിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഏത് പുസ്തകം എന്ന് പറഞ്ഞ പുള്ളി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അത് മുണ്ടകോപനിഷത്തും തൈത്തിരോപനിഷത്തും, അത് സ്ത്രീകളെ അടിമയാക്കി വെക്കാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ്.
അപ്പൊ ഞാൻ ഒന്നും മിണ്ടില്ല, നമ്മുടെ നടന്നു പോകുന്നു. ഈ മനുഷ്യൻ ഈ പുസ്തകം കണ്ടിട്ട് പോലും ഇല്ല എന്ന് ഉറപ്പാണ്. കാരണം ഇതിനകത്തെ ആശയങ്ങളും ചർച്ചകളും ഇതുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. പറഞ്ഞു വന്നത് ഇത്തരം ആശയങ്ങളുടെ ആധിപത്യം അപ്പോൾ ഇവർ പ്രചരിപ്പിക്കുന്നു. ഈ ആശയങ്ങൾ സമൂഹത്തെ അടിച്ചമർത്തി നിർത്തുവാൻ വേണ്ടി അധികാരവർഗം ഉണ്ടാക്കിയതാണ് നിങ്ങൾ ഈ സാംസ്കാരിക മൂല്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ എന്ത് വേണം? ഈ മൂല്യങ്ങളെ വലിച്ചെറിയണം, ഈ മൂല്യങ്ങളെ നിങ്ങൾ തകർത്ത് കളയണം. അതാണ് പറഞ്ഞു വരുന്ന കാര്യം. അതുകൊണ്ട് ഈ അധീശവർഗ താല്പര്യങ്ങൾ കീഴാളർക്ക് കൂടി സ്വീകാര്യമാക്കുന്ന പ്രക്രിയയാണ് ഹെജിമണി എന്ന് പറയുന്നത്. ഈ അത് കൂട്ടത്തിൽ നമുക്കെല്ലാവർക്കും കൂടി മിക്കവർക്കും അറിയുന്നതാണ്. നമ്മൾ പറയുമ്പോഴും മറ്റുള്ളവരോട് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇന്നും എനിക്കൊരാളൊരു മെസ്സേജ് അയച്ചു, വൈക്കത്ത് ഇടക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്ന ഒരാളാണ്. ഇവരെല്ലാവരും പറയുന്നത് പാശ്ചാത്യമായ അല്ലെങ്കിൽ സെമറ്റിക് സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് മതത്തെ പറയുന്നത്. ഇപ്പൊ ഏത് സെമിനാറിലും നിങ്ങൾ പോയിക്കോളൂ, മതത്തെക്കുറിച്ച് അവർ പറയുമ്പോൾ ആദ്യം റിലീജിയോ എന്നൊരു വാക്കിൽ നിന്നാണല്ലോ റിലീജിയൻ ഉണ്ടായതെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ഇപ്പൊ ഈ സെമറ്റിക് മതത്തിന്റെ സങ്കല്പം, ദൈവം, പ്രവാചകൻ, ഇങ്ങനെയുള്ള ആ സംവിധാനത്തിലാണ് അവർ മതത്തെ കണക്കാക്കുന്നത്, ദൈവത്തെ കണക്കാക്കുന്നത്. എല്ലാ സംസ്കാരത്തെ പോലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ വിലയിരുത്തുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ ആദ്യമേ മാറ്റിവെക്കണം. നമ്മളെന്ന് പറഞ്ഞാൽ ഇത് ചർച്ച ചെയ്യുമ്പോൾ അത് മാറ്റിവെച്ചിട്ട് വേണം ചർച്ച ആരംഭിക്കാൻ. ആ അളവുകോൽ വെച്ച് ഭാരതത്തിന് മതത്തെക്കുറിച്ചോ ആത്മീയതയെക്കുറിച്ചോ ധർമ്മത്തെക്കുറിച്ചോ ഇത് മൂന്നാണ്. ഇത് ഒന്നാണ് നമ്മുടെ കോളേജിൽ, നമ്മുടെ സ്കൂളിൽ. മതം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് സംസ്കാരം, അത് തന്നെയാണ് ധർമ്മം. അപ്പൊ പിന്നെ ആത്മീയത എന്ന് വെച്ചാൽ എന്താണ്? അതാണല്ലോ ഇടയ്ക്ക് നമ്മുടെ കേരളത്തിലെ ഭരണാധികാരികൾ പറഞ്ഞില്ലേ, തീവ്ര ആത്മീയത കൊണ്ടാണ് സിറിയയിലേക്ക് പോയത്. അപ്പൊ ആത്മീയത എന്ന് വെച്ചാൽ എന്താണ്? തീവ്രത കൂടുമ്പോൾ പൊട്ടിത്തെറിക്കുന്നതാണ് ആത്മീയത. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പോലും? ആത്മാവെന്ന വാക്കിൽ നിന്നാണ് ആത്മീയത ഉണ്ടാകുന്നത്. ആ സങ്കല്പം ഭാരതത്തിന്റെ ഉൽപ്പന്നമല്ലേ, അതിന്റെ സങ്കല്പം വേറെയല്ലേ, അതും മതവുമായിട്ടെന്താ ബന്ധം? ഈ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അത്തരം ഇതിനെ രണ്ടിനെയും രണ്ടായിട്ട് കണക്കാക്കിക്കൊണ്ട് വേണം നമ്മൾ മത സാംസ്കാരിക വിഷയങ്ങളെ ചർച്ചയ്ക്ക് എടുക്കാൻ തന്നെ. അതിപ്പോഴത്തെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ മേൽക്കോയ്മകൾ എന്ന് ഗ്രാംഷി പറഞ്ഞത് കൾച്ചറൽ ഹെജിമണി, ഐഡിയോളജിക്കൽ ഹെജിമണി, ഇന്റലക്ച്വൽ ഹെജിമണി എന്നൊക്കെയുള്ള പദങ്ങളെ കൊണ്ടാണ്. എല്ലാ വ്യവഹാരങ്ങളിലും അന്തർധാരയായി ഒന്നുകിൽ കൾച്ചറൽ ഹെജിമണി ഉണ്ടാവും, അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ ഹെജിമണി ഉണ്ടാവും, അതല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഹെജിമണി ആയിരിക്കും. രണ്ടായാലും ആധിപത്യം പുലർത്താൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ മൂല്യങ്ങളും വിശ്വാസങ്ങളും എല്ലാം സൃഷ്ടിക്കാനും ശക്തിപ്പെടുത്താനുമാണ് വിദ്യാലയം, ആരാധനാലയം, കോടതി, മാധ്യമങ്ങൾ ഒക്കെ വിനിയോഗിക്കുക. അത്തരം സമൂഹങ്ങളിൽ, കൾച്ചറൽ ഹെജിമണിയുള്ള സമൂഹത്തിൽ അവർ ഈ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത് ഈ സങ്കല്പങ്ങൾ ശക്തിപ്പെടുത്താനായിരിക്കും. ആണല്ലോ, കഴിഞ്ഞ ദിവസം ഒരു ജഡ്ജി വിധിച്ചില്ലേ, ഭാര്യാഭർത്താക്കന്മാരുടെ വഴക്കിന്റെ പേരിൽ വിവാഹമോചനത്തിന് പോയപ്പോൾ ജഡ്ജി വിധിച്ചു, ഭാര്യാഭർത്താക്കന്മാർ ചെറിയ ചെറിയ പടക്കങ്ങളുള്ളതിനെ ഒന്നും ഗാർഹിക പീഡനമായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് മിനിയാന്ന മറ്റു വിധിച്ചത്. മറ്റു രാജ്യത്താണെങ്കിൽ അത് വിധിക്കാൻ പറ്റില്ല, കാരണം അവർക്ക് ഈ കുടുംബസങ്കല്പം വേറെ അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം സങ്കല്പങ്ങളെ നമ്മൾ മൂല്യങ്ങളെന്നും വിശ്വാസങ്ങളെന്നും പറയുന്നതിനെയൊക്കെ ശക്തിപ്പെടുത്താനാണ് കൾച്ചറൽ ഹെജിമണിയുള്ള സമൂഹത്തിൽ അവരുടെ വിദ്യാലയവും ആരാധനാലയവും കോടതിയും സ്ഥാപനങ്ങളും എല്ലാം വിനിയോഗിക്കുക. ഇവ ജനങ്ങളെ കൂടുതൽ സാമൂഹികവൽക്കരിക്കും, സ്വതന്ത്രരാക്കില്ല. സാമൂഹികവൽക്കരണം എന്നുള്ളത് സ്വാതന്ത്ര്യത്തിന്റെ വിപരീത ദിശയാണ് എന്നർത്ഥം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സാമൂഹികവൽക്കരണത്തിന്റെ അഥവാ സാമൂഹിക ബോധത്തിന്റെ വിപരീതമാണോ എന്നും അർത്ഥം. ഇപ്പൊ രണ്ടിന്റെയും ലക്ഷ്യം നമുക്ക് മനസ്സിലായല്ലോ. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഈ സാമൂഹിക സംവിധാനങ്ങളെ അടിച്ചു തകർക്കലാണ്. ആ സംവിധാനങ്ങളെ നിലനിർത്തുന്നത് എന്താണോ അതിനെ ഉന്മൂലനം ചെയ്യലാണ് സ്വാതന്ത്ര്യത്തിനുള്ള മാർഗം, വിമോചനത്തിനുള്ള മാർഗം എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ സാമൂഹിക വ്യവസ്ഥയുടെ മേൽക്കോയ്മ നിലനിർത്താൻ സാംസ്കാരിക സാധൂകരണം കണ്ടെത്തുകയാണ്. സാമൂഹിക വ്യവസ്ഥയുടെ ആധിപത്യം നിലനിർത്താൻ
സാംസ്കാരിക സാധൂകരണം കണ്ടെത്തുന്നതിനെയാണ് ആചാരമെന്നും വിശ്വാസമെന്നും ഒക്കെ പറയുന്നത്. നിങ്ങൾ ഈ ആചാരം പാലിക്കണം കേട്ടോ, വിശ്വാസം സംരക്ഷിക്കേണ്ടതാണെന്നൊക്കെ പറയുന്നതിൻ്റെ താല്പര്യം ഈ ആധിപത്യം നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആചാരത്തെ വലിച്ചെറിയണം, നിങ്ങൾ സംസ്കാരത്തെ വലിച്ചെറിയണം, അപ്പോഴേ നിങ്ങൾക്ക് ആധിപത്യത്തിൽ നിന്നും മോചനമുണ്ടാവൂ എന്നാണ് ഗ്രാംഷി പറഞ്ഞത്. ഈ കൾച്ചറൽ ഹെജിമണിയെ തകർക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ ഗ്രാംഷിയുടെ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ. ഈ കൾച്ചറൽ ഹെജിമണിയെ തകർക്കണം, അപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടുക, വിമോചനം ഉണ്ടാവുക. അതിനെന്ത് ചെയ്യണം? അദ്ദേഹം പറയുന്നത് ചില സംവിധാനങ്ങൾ സൃഷ്ടിക്കണം. എന്താണ് സംവിധാനം? ദൈക്ഷണിക ലോകത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക യാഥാസ്ഥിതികത്വത്തിന് നമ്മുടെ മറ്റേ മന്ത്രി അനിൽ പറയുന്നത് പോലെയൊക്കെ തോന്നും നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടോ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇതുപോലൊരു കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവി പറഞ്ഞുകൊണ്ട് ഇത് ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും വിഴുങ്ങാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ വേറെ നിവൃത്തിയില്ല, അദ്ദേഹം എഴുതി വെച്ചതാണ്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാംസ്കാരിക യാഥാസ്ഥിതികത്വത്തിന് ശക്തമായ ബദൽ സൃഷ്ടിക്കണം എന്ന് വെച്ചാൽ ഈ സാമൂഹിക വ്യവസ്ഥയുടെ പേരിലുള്ള ദൈക്ഷണിക വ്യവസ്ഥകൾക്കെതിരായി ബദൽ സംവിധാനങ്ങൾ സൃഷ്ടിക്കണം. അതിനെന്ത് ചെയ്യണം? ദൈനംദിന രാഷ്ട്രീയത്തിൽ അവലംബിക്കേണ്ട അടവുകളെയും അകന്നു പോയേക്കാവുന്ന വിപ്ലവ ലക്ഷ്യങ്ങളെയും കൂട്ടിയിണക്കുന്ന തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. അതിൻ്റെ അർത്ഥമൊന്നും നിങ്ങളിപ്പോൾ ആലോചിച്ച് വിഷമിക്കേണ്ട, അവസാന ഭാഗം ആകുമ്പോൾ മനസ്സിലാക്കും. അതിന് നേരിട്ടുള്ള രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് സ്വതന്ത്രമായ സാംസ്കാരിക, നൈതിക മേൽക്കോയ്മ നേടണം. അത് നമുക്ക് അല്പം മനസ്സിലാവും. അതായത് സാംസ്കാരിക നായകന്മാരുടെ ജോലിയാണ് പറയുന്നത്, രാഷ്ട്രീയക്കാരല്ല ഇത് ചെയ്യേണ്ടത്. അത് പറയുമ്പോൾ ഉടനെ രാഷ്ട്രീയ ചർച്ചയായി വഴക്കും വക്കാണമായി. അതുകൊണ്ട് ഇത് ചെയ്യേണ്ടത് ആരാണ്? ഈ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടത്, ഈ ശക്തമായ ബദൽ സൃഷ്ടിക്കേണ്ട ജോലി എന്ന് പറയുന്നത് രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് സ്വതന്ത്രമായ സാംസ്കാരിക, നൈതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ മേൽക്കോയ്മ നേടേണ്ടത്, ബദൽ സംവിധാനം ഉണ്ടാക്കേണ്ടത്. ഒന്നും ഭദ്രമല്ലെന്ന തരത്തിൽ പുരോഗമന പ്രസ്ഥാനം നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നമ്മൾ പത്രം തുറന്നാൽ കേൾക്കുന്നുണ്ടോ? എപ്പോഴും അസ്വസ്ഥതയല്ലേ? എന്ത് സമാധാനം? കേരളത്തിൽ, ഭാരതത്തിൽ എപ്പോഴും അസ്വസ്ഥതയാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മേഖലയിൽ സ്വസ്ഥമാണെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ എപ്പോൾ ഒന്നും ഭദ്രമല്ല, ന്യൂനപക്ഷങ്ങൾ ഭദ്രമല്ല, ദളിതര് സുരക്ഷിതരല്ല, സാമ്പത്തികമായി തകർച്ചയാണ്, ആധിപത്യം കൊണ്ടുവരികയാണ്, ഫാസിസം കൊണ്ടുവരികയാണ്, മനുഷ്യന് സ്വാതന്ത്ര്യമില്ല, മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം, കേൾക്കുന്നില്ലേ ദിവസവും? ഇങ്ങനെ ഒന്നും ഭദ്രമല്ല എന്ന് നിരന്തരം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരേ സമയം രാഷ്ട്രീയ സമരങ്ങളും സാംസ്കാരിക വിക്ഷോഭങ്ങളും അന്യോന്യം പ്രവർത്തിക്കണം. സാംസ്കാരിക മേഖലയിൽ വിക്ഷോഭങ്ങൾ ഇങ്ങനെ തള്ളിവിട്ടുകൊണ്ടിരിക്കണം. മറുവശത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ അണികളും ഈ പ്രശ്നങ്ങളും സമരങ്ങളും നടത്തിക്കൊണ്ടിരിക്കണം. ഒന്ന് മറ്റൊന്നിന് പകരമല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മറ്റൊന്നിന് പകരമല്ല. സാംസ്കാരിക വിക്ഷോഭങ്ങൾ ഒരു വശത്ത് നടത്തണം, മറുവശത്ത് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും. ഈ തെറിവിളിയൊക്കെ എങ്ങനെയാണ്? ഇന്നലെ എന്തെല്ലാം തെറികൾ ഇന്നലെ ഇടുക്കിയിൽ മുഴങ്ങിയിട്ടുണ്ടാവും. മലയാളത്തിൽ അറിയാവുന്ന എല്ലാ തെറികളും ഇന്നലെ അദ്ദേഹത്തിനത് മനസ്സിലായിട്ടില്ലെങ്കിലും ഞാൻ ഇന്നലെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് കണ്ടു. ആ ഒരു സിനിമയുടെ ഭാഗമായി ദിലീപിന്റെ ഒരു സിനിമയാണ്. ഒരു ഹോട്ടലില് പിന്നെ കസ്റ്റമറാണ്, അയാൾ സായിപ്പാണ്. അപ്പൊ അയാളെന്തോ ഇയാൾക്ക് ഉപദ്രവിച്ചിട്ടുണ്ടാവും. ഇയാളെ അവിടെ സർവീസ് ചെയ്യുന്ന ആളെ മറ്റാണ് ദിലീപിന്റെ കഥാപാത്രം. അപ്പൊ ഇയാളെ കുറിച്ചിട്ട് ഈ ദിലീപ് കരഞ്ഞുകൊണ്ട് പറയുന്നത് മുഴുവൻ തെറിയ, ഇയാളെ തെറിയ പറയുന്നത്, പച്ചത്തെറി. അപ്പൊ എന്നിട്ട് കരയുമ്പോൾ ഇയാൾ സായിപ്പ് വിചാരിക്കുന്നത് എന്തോ ക്ഷമ ചോദിക്കുകയാണെന്നാണ്, കരയല്ലേ, ക്ഷമ ചോദിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് സാരമില്ല എന്നുള്ള മട്ടിൽ തലോടുകയും തോണ്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തീരാറായപ്പോൾ മറ്റൊരു മലയാളി അവിടുത്തെ ഈ സെർവ് ചെയ്യുന്ന ഒരാൾ വന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോൾ കഴിച്ചിട്ട് അപ്പം ഒന്നുമില്ല സാറെന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയും ചെയ്യും. എന്നതുപോലെ ഇന്നലെ ഇടുക്കിയിലെ തെരുവീഥികളിൽ മുഴുവൻ ഇതേ സംഗതി നടന്നിട്ട് കരഞ്ഞിട്ടില്ല എന്ന് മാത്രം. അതൊരു ഒരു രീതിയാണ്. ഈ പറയുന്ന എല്ലാ അസ്വസ്ഥതകളും സൃഷ്ടിക്കുക എന്നുള്ളത് ഈ സാംസ്കാരിക മേൽക്കോയ്മയെ തകർക്കാനുള്ള ഉപാധികളിൽ ഒന്നാണ്. മാനവികമായ എല്ലാ നന്മകളും കമ്മ്യൂണിസത്തിൻ്റെതായിരിക്കണം എന്നുള്ളത് ലെനിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. മാനവികതയെ കുറിച്ച് ആരാ പറയുന്നത്? കേരളത്തിലല്ലേ ഭാരതത്തിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ പറയുന്ന ആരാ? ഏറ്റവും ക്രൂരത, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂരത ചെയ്തിട്ടുള്ള ഒരു കൂട്ടരുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ പീരീഡിൽ, നമ്മളിപ്പോൾ റിലീജിയസ് ഇൻക്വിസിഷന്റെ കേസൊക്കെ എടുത്താൽ നൂറ്റാണ്ടുകൾ കൊണ്ട്, 1000 കൊല്ലം കൊണ്ടാണ് കോടാനുകോടി മനുഷ്യരെ കൊന്നൊടുക്കിയത് റിലീജിയസ് ഇൻക്വിസിഷന്റെ പേരിൽ. യൂറോപ്പിലും നമ്മുടെ ഗോവയിലും ഒക്കെ, ഗോവയിൽ കുറച്ച് വർഷം എടുത്തോളൂ, യൂറോപ്പിൽ അത്ര വർഷം എടുത്തു, നൂറ്റാണ്ടുകൾ എടുത്തു. പക്ഷെ
ഒരു നൂറ്റാണ്ട് പോലും ഇല്ല, അത് 50-60 വർഷത്തിനുള്ളിൽ കോടാനുകോടി മനുഷ്യരെ ലോകത്ത് കൊന്നൊടുക്കിയ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളാണ് പറയുന്നത് മാനവികമായ എല്ലാ നന്മകളും കമ്മ്യൂണിസത്തിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഇത് ലെനിന്റെ വാക്കാണ്. ആലോചിച്ച് നോക്കുക, എത്ര തന്ത്രപരമായ പ്രയോഗങ്ങളാണ് എന്നാലോചിച്ച് നോക്കുക. മറ്റൊന്ന്, കൊടി പിടിക്കാത്തവരുടെ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് സിവിൽ സമൂഹത്തിന്റെ മേൽ സ്വാധീനം ചെലുത്തണം. ഇവിടെ ഈ ചുംബന സമരം നടത്തിയതാരും അവിടെ നേതാക്കന്മാരും ഉണ്ടായിരുന്നില്ല. ആർത്തവ കവാടവെപ്പ് സമരം വെച്ച് സമരം നടത്തി. നേതാക്കന്മാരും ഉണ്ടായില്ല. ഒരാൾ അബദ്ധവശാൽ വരാൻ പോയതാണ്. അങ്ങനെ എപ്പോഴും കാണിക്കുന്ന അബദ്ധമാണ്. അങ്ങനെ വരാൻ പോയതാണ്, കസേരയൊക്കെ ഇട്ടിരിക്കാൻ ശ്രമിച്ചത്. പിന്നെ ആരാണ്ട് പോലീസുകാരോ മറ്റോ പറഞ്ഞിട്ട് വരാതിരുന്നു. അവിടെ ഒന്നും നേതാക്കന്മാർ പ്രത്യക്ഷപ്പെടില്ല, പക്ഷേ സംഘാടകരുണ്ട്. അതുകൊണ്ട് കൊടി പിടിക്കാത്തവരുടെ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് സിവിൽ സമൂഹത്തിന്റെ മേൽ സ്വാധീനം ചെലുത്തണം. ഇപ്പോൾ പ്രൊഫസർമാര്, ഈ NGOs ഉണ്ട് നമ്മുടെ നാട്ടിൽ, ധാരാളം NGOs, മനുഷ്യ അവകാശ പ്രസ്ഥാനങ്ങൾ, ചില സാംസ്കാരിക വേദികൾ, സിനിമകൾ, അതിലൂടെയൊക്കെ ഈ മേൽക്കോയ്മ നേടണം, സ്വാധീനം, സിവിൽ സമൂഹത്തിന്റെ മേൽ സ്വാധീനം സൃഷ്ടിക്കണമാണ്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ചിന്ത സ്വാധീനം ചെലുത്തിയിട്ടില്ലാത്ത മേഖലകളിൽ കമ്മ്യൂണിസത്തിന്റെ കൊടി ഉയർത്തൽ ഈ ബുദ്ധിജീവികൾക്കുള്ളതാണ്. നിങ്ങൾ ഓരോന്നും ഓരോ സെന്റൻസും പറയുമ്പോൾ നിങ്ങൾ കേരളത്തിലെ ഓരോ മേഖലയെയും മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. ഈ പറയുന്നത് എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ സാധനമാണോ ഈ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്? വെറുതെ മണിക്ക് വെളിവ് കേട് ഉണ്ടാക്കി തെളിവിളിക്കുന്നതല്ല എന്ന് നമ്മൾ ധരിക്കുന്നുണ്ട്. അങ്ങനെ വിവരമില്ല, അങ്ങനെയല്ല ഓരോന്നും. അതുകൊണ്ട് ഈ പറയുന്നത് ഓരോന്നും നിങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ സമാനമായ സംഭവങ്ങൾ കേരളത്തിലേത് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു നിങ്ങൾ ഓർത്താൽ മതി. ബുദ്ധിജീവികൾക്കുള്ളതാണ് ഈ ഇത്തരം രാഷ്ട്രീയ മേഖലകൾ സ്വാധീനം ചെലുത്തിയിട്ടില്ലാത്ത മേഖലകളിൽ കമ്മ്യൂണിസത്തിന്റെ കൊടി ഉയർത്തേണ്ടത്. എന്ന് വെച്ചാൽ ഭൗതികമായ കൊടിയല്ല, ഈ ആശയം ഉയർത്തിപ്പിടിക്കേണ്ടത് സാംസ്കാരിക നായകന്മാരുടെ ജോലിയാണ്. സംഘടനാ രാഷ്ട്രീയത്തിന് സമാന്തരമായി ബൗദ്ധിക സാംസ്കാരിക ഇടപെടലുകളിലൂടെ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം വർദ്ധിപ്പിക്കണം. ഇടപെടലുകളാണ് എല്ലാം സാംസ്കാരികമായ ഇടപെടലുകൾ. നിഷ്പക്ഷ രാഷ്ട്രീയം പറയുന്നത്, സൂക്ഷിച്ചു, നിഷ്പക്ഷ രാഷ്ട്രീയം പറയുന്നവരെ മറുപക്ഷവാദിയായി ചിത്രീകരിക്കണം. കാണുന്നുണ്ടോ? ഞാൻ വിശദീകരിക്കണ്ടല്ലോ. നിഷ്പക്ഷമായ ഒരു അഭിപ്രായം ചാനലിൽ ഇരുന്ന് പറഞ്ഞെന്നാൽ മറുപക്ഷവാദിയായി അവനെ ചാപ്പകുത്തി അവതരിപ്പിക്കണം. അവൻ ആ പക്ഷം പറയുകയാണ്, നിഷ്പക്ഷമല്ല, നിരീക്ഷകനല്ല. കാണുന്നില്ല ചാനല്. ഇത് ഈ തന്ത്രത്തിന്റെ ഭാഗമാണ് എന്നർത്ഥം. ബൂർഷ്വാ സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ന്യൂനപക്ഷമായിരിക്കും ആണല്ലോ. പൗരസമൂഹത്തിനും അതുകൊണ്ട് പൗരസമൂഹത്തിനുമേൽ പ്രത്യയശാസ്ത്ര മേൽക്കോയ്മ നേടിയാലേ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം വിജയിപ്പിക്കാൻ പറ്റൂ. ഗ്രാംഷിയുടെ തിയറിയാണ്. പ്രത്യയശാസ്ത്ര മേൽക്കോയ്മ ആദ്യം നേടണം. ഇത് നേടണമെങ്കിൽ മറ്റ് മേൽക്കോയ്മകളെ ഇല്ലാണ്ടാക്കണം, കൾച്ചറൽ ഹെജിമണിയെ ഇല്ലാണ്ടാക്കണം. അതാണ് പറഞ്ഞു വരുന്നത്. നിലവിലുള്ള പ്രത്യയശാസ്ത്ര മേൽക്കോയ്മയെയും ഭരണകൂടത്തെയും നിരന്തരമായി ശല്യപ്പെടുത്തിയാൽ പാർലമെന്ററി സംവിധാനത്തെ തകർക്കാൻ പറ്റും. നിലവിലുള്ള പ്രത്യയശാസ്ത്ര മേൽക്കോയ്മയെയും ഭരണകൂടത്തെയും നിരന്തരമായി ശല്യപ്പെടുത്തിയാൽ പാർലമെന്ററി സംവിധാനത്തെ തകർക്കാൻ പറ്റും. തകർത്തിട്ടുണ്ടല്ലോ. അത് നമ്മൾ നമ്മുടെ നാട്ടിൽ പലയിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങളെ പ്രബുദ്ധരാക്കി അല്ല വിപ്ലവം നടത്തേണ്ടത്. ഗ്രാംഷിയുടെ മറ്റ് കമ്മ്യൂണിസ്റ്റ് മാർക്സിന്റെ ആദ്യത്തെ സാധനം ജനങ്ങളെ പ്രബുദ്ധരാക്കി അവരെ വിപ്ലവ അഭിമുഖ്യമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ്. അതല്ല ചെയ്യേണ്ടതെന്നാണ് ഗ്രാംഷി മാർക്സിന് വിരുദ്ധമായിട്ടാണ് പറയുന്നത്. മാർക്സ് പറഞ്ഞത് പലതും തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വിരുദ്ധമായിട്ടാണ് ഗ്രാംഷിയുടെ ആശയങ്ങൾ പോകുന്നത്. അദ്ദേഹം പറഞ്ഞത് ജനങ്ങളെ പ്രബുദ്ധരാക്കിയിട്ടല്ല വിപ്ലവം നടത്തേണ്ടത്, അതിന് ധൈഷണിക സമൂഹവും രാഷ്ട്രീയ സമൂഹവും മതിയാകും. ഓരോ ആൾക്കാരെയും പിടിച്ചെത്തി കമ്മ്യൂണിസം വരേണ്ടതല്ലേ എന്നൊന്നും ചോദിക്കേണ്ടതില്ല. നിങ്ങളിൽ ചിലരെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞിട്ടോ, ചിലർക്കത് ആവർത്തനമായിരിക്കും. ഈ ആനിമൽ ഫാം ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടല്ലേ, അടിയന്തരമായി വാങ്ങണം, മലയാളത്തിൽ വാങ്ങാൻ കിട്ടും. ആനിമൽ ഫാം എന്ന് പറയുന്ന ഒരു നോവലുണ്ടല്ലോ ജോർജ് ഓർവെല്ലിന്റെ. ആ പുസ്തകത്തില് ഈ മൃഗങ്ങൾ വിപ്ലവം നടത്തി. മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ ഒരു സിംബലായിട്ടാണ് മൃഗങ്ങൾ. അതിന്റെ ജോൺസ് എന്ന് പറയുന്ന ആള് ആണ് ഫാം നടത്തിക്കൊണ്ടിരുന്നത്. മൃഗങ്ങളുടെ വളർത്തുന്നൊരു ഫാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ജോൺസ് എന്ന് പറയുന്നത് മുതലാളിത്തത്തിന്റെ പ്രതീകം. മൃഗങ്ങൾ, വളർത്തപ്പെടുന്ന മൃഗങ്ങൾ എന്ന് പറയുന്നത് തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധികൾ.
അപ്പൊ അവര് ഈ മൃഗങ്ങളെല്ലാം കൂടെ വിപ്ലവം നടത്തി ജോൺസനെ ഒരു തവണ ഇടിച്ചു പുറത്താക്കി ഓടിച്ചു വിട്ടിട്ട് ഇവര് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഫാമിനുള്ളിൽ സോഷ്യലിസം പ്രഖ്യാപിച്ചു. എല്ലാവർക്കും തുല്യത, എല്ലാവർക്കും സമം. അങ്ങനെ ആനയെന്നോ കുരങ്ങനെന്നോ പന്നിയെന്നോ ഉള്ള ഭേദം ഇല്ല. കാക്കയും പൂച്ചയും എല്ലാം സമാസമം. സോഷ്യലിസം വന്നു. അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് ഇവിടുത്തെ പ്രസക്തമല്ല. ഒരു കാര്യം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനകത്ത് സോഷ്യലിസം വന്നു. അപ്പൊ പാല് കറന്നെടുക്കുന്നതൊക്കെ എല്ലാവർക്കും കിട്ടുമെന്നായിരുന്നു സാധാരണ ചെറിയ മൃഗങ്ങളൊക്കെ വിചാരിച്ചത്. പശുക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ പാല് ചുരത്തുമല്ലോ. അപ്പൊ ചുരത്തി കഴിഞ്ഞാൽ ഈ പാല് കറന്നെടുക്കും, ലിറ്റർ കണക്കിനുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും തുല്യമായി കിട്ടും. കോഴി മുട്ടയിടുന്നുണ്ടോ, അതെല്ലാവർക്കും കിട്ടും. മരങ്ങൾ പഴുത്ത് അതിന്റെ ഫലങ്ങൾ വീഴുന്നുണ്ട്, അതെല്ലാവർക്കും തുല്യമായി കിട്ടും. പക്ഷെ വിപ്ലവം നടന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് ആർക്കും കിട്ടുന്നില്ല. അപ്പൊ എല്ലാവർക്കും സംശയമായി, ഇതെവിടെ പോകും ഈ സാധനം? അത് ഇങ്ങനെ അവരുടെ ഇടയിൽ ഒരു മർമറിങ് ആയി. ഇത് ആരോ തട്ടിപ്പ് കാണിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്, നമ്മളെ ആരും ചൂഷണം ചെയ്യുന്നുണ്ടെന്നൊക്കെ ഈ മൃഗങ്ങളുടെ ഇടയിൽ ചർച്ച നടക്കുന്നത് അറിഞ്ഞു ഭരണം നടത്തുന്നതാണ്. അപ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന ബുദ്ധിജീവികളുണ്ട്. ബുദ്ധിജീവികൾ എന്ന് പറയുന്നത് പന്നികളാണ്. ആനിമൽ ഫാമിലെ ബുദ്ധിജീവികൾ പന്നികളാണ്. അപ്പോൾ പന്നികൾക്ക് ഈ കാര്യം മനസ്സിലായി. ഇവരിങ്ങനെ ഈ ഇതിന് കൂടി വന്നാൽ അവസാനം അത് പൊട്ടിത്തെറിയായിട്ട് മാറും. അങ്ങനെ പൊട്ടിത്തെറിയായി മാറാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അപ്പം ജനങ്ങളെ വിളിച്ചു കൂട്ടി. അത് ഈ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും പാലും പഴങ്ങളും മുട്ടയും ഒന്നും നിങ്ങൾക്ക് എന്താ കിട്ടാത്തത് എന്ന. അത് മറ്റൊന്നുകൊണ്ടും അല്ല, അത് ഞങ്ങളാണ് കഴിക്കുന്നത്, സത്യമാണ്. പക്ഷെ അത് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. ഞങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല. പാലും മുട്ടയും പഴങ്ങളും ഞങ്ങൾക്ക് തീരെ ഇഷ്ടമേ അല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളിത് കഴിക്കുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ വേണമല്ലോ ഈ കാര്യങ്ങൾ ഓരോന്നും ആലോചിച്ച് ബുദ്ധിപരമായി കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത് ഞങ്ങളാണല്ലോ. അപ്പൊ ഞങ്ങളുടെ ബുദ്ധി നല്ല തീക്ഷ്ണമായി നിൽക്കണമെങ്കിൽ ഈ പാലും പഴവും മുട്ടയും കഴിക്കണം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിത് കഴിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടേ അല്ല, ഇത് തീരെ ഇഷ്ടമല്ല. പണ്ട് നമ്മുടെ മംഗലാപുരത്ത് പഠിക്കാൻ വിട്ട ഒരു സഖാവിന്റെ മകനെ കുറിച്ച് ഈ പൈസ കൊടുത്ത് പഠിപ്പിക്കുന്ന അവിടുത്തെ ചോദിച്ചപ്പോൾ അത് ഒരാൾ ഉദാഹരണം പറഞ്ഞത്, ഈ മീൻ തിന്നാൻ ഇഷ്ടമുള്ളത് കൊണ്ടല്ല, പൂച്ചയ്ക്ക് മുള്ളു കൊടുക്കണമല്ലോ. പൂച്ച വളർത്തുന്നവർക്ക് അതിന് മുള്ളു കൊടുക്കണം. അപ്പൊ മുള്ളു കൊടുക്കണമെങ്കിൽ എന്ത് വേണം? മീൻ മേടിച്ചല്ലേ പറ്റും. മീനായിട്ട് പൂച്ച തിന്നണമെന്നില്ലല്ലോ. ഏതായാലും മേടിച്ചപ്പോൾ മീൻ നമ്മൾ കഴിച്ചു, പൂച്ചയ്ക്ക് മുള്ളു കൊടുത്തു എന്നതുപോലെ പന്നികൾ പറഞ്ഞു എന്നാണ് ഈ ആനിമൽ ഫാമിൽ പറയുന്നത്. എന്നതുപോലെയാണ് ഇവിടെ ഗ്രാംഷി പറയുന്നത്, ജനങ്ങളെ പ്രബുദ്ധരാക്കേണ്ടതില്ല. അതിന് ഈ ധൈഷണിക സംബന്ധിച്ച ബുദ്ധിജീവികളും രാഷ്ട്രീയ നേതാക്കന്മാരും മതിയാകും വിപ്ലവം നടത്താൻ എന്നുള്ളതാണ് ഗ്രാംഷി പറഞ്ഞു വരുന്നത്. ഈ സമൂഹത്തെ, ഈ ബൂർഷ്വാ ജനാധിപത്യ സ്ഥാപനങ്ങളെ തകർത്ത് സമൂല വിപ്ലവം നടത്തണം. അതിന് അധികാര സ്ഥാനങ്ങളോട് നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കണം. ഫാസിസ്റ്റ് വിരുദ്ധതയുടെ പേരിൽ മറ്റെല്ലാവരെയും ചേർത്ത് ഐക്യമുന്നണി ഉണ്ടാക്കണം. 100 കൊല്ലം മുമ്പ് ഗ്രാംഷി പറഞ്ഞതാ. ഇപ്പൊ 100 കൊല്ലത്തിന് ശേഷമാണ് ഇന്ത്യ മുന്നണി ഉണ്ടായത്. എല്ലാവരെയും ചേർക്കണം. ഫാസിസത്തിന്റെ പേരിൽ എല്ലാവരും അങ്ങനെയല്ല ചേർക്കണം. ഫാസിസത്തിനെ നേരിടാനാണ് എന്ന് പറഞ്ഞിട്ടാണ് മറ്റെല്ലാവരെയും ചേർത്ത് ഐക്യമുന്നണി ഉണ്ടാക്കണം. സംഘടനാവാദികൾ അതിന് ചിലപ്പോൾ തടസ്സം പറയും. പാർട്ടിയിലെ ഈ ആശയവാദികളുണ്ട്, അവർ വഴക്കുണ്ടാക്കും. ഇന്നലെ വന്നവരെ കയറ്റിയിരുന്നാൽ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കും. അതൊന്നും നമ്മൾ വകവെക്കരുത്. കാര്യങ്ങൾ അങ്ങനെ സംഘടനാവാദികൾ അതിന് സമ്മതിക്കാതിരുന്നത് കൊണ്ടാണ് ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെട്ടു പോയത് എന്നാണ് ഗ്രാംഷി പറയുന്നത്. അതുകൊണ്ട് ഈ സംഘടനാ കടുംപിടുത്തം നടത്തുന്ന മൗലികവാദികളുടെ വാക്ക് കേൾക്കരുത്. അപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊള്ളണം. തരം പോലെ കാര്യങ്ങൾ ചെയ്തു കൊള്ളണം. പൗരസമൂഹത്തെ ഭരണകൂടത്തിനെതിരാക്കിയാൽ രാഷ്ട്രത്തെ തകർക്കാം. സ്റ്റേറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി എന്ന പ്രബന്ധത്തിൽ ഗ്രാംഷി പറഞ്ഞ വാക്യമാണ് പൗരസമൂഹത്തെ ഭരണകൂടത്തിനെതിരാക്കിയാൽ രാഷ്ട്രത്തെ തകർക്കാം. കാരണം ഭരണകൂടത്തെ സംരക്ഷിച്ചു നിർത്തുന്ന കോട്ടയാണ് പൗരസമൂഹം. ജനങ്ങളാണല്ലോ രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നത്. ആ ജനങ്ങളെ തകർത്താൽ, ഈ കോട്ട തകർത്താൽ രാഷ്ട്രത്തെ കീഴടക്കാൻ കഴിയും, അഥവാ അവിടെ വിപ്ലവം കൊണ്ടുവരാൻ കഴിയും. അതിനാണ് സാംസ്കാരിക കാര്യങ്ങളിൽ ഇടപെടേണ്ടത്. ഈ സാംസ്കാരിക മേൽക്കോയ്മയെ തകർക്കേണ്ടത് ഈ ആവശ്യത്തിന് വേണ്ടിയാണ്. പക്ഷെ അതിന് പൗരസമൂഹമായി ചേർന്ന് നിന്നുകൊണ്ട് വേണം ജനങ്ങളെ അകറ്റാൻ. പൗരസമൂഹത്തിനെതിരായി നിന്നുകൊണ്ട് പണിയെടുത്താൽ വിജയിക്കത്തില്ല. അതാണ് പണ്ട് സ്റ്റാലിൻ പറഞ്ഞത്. സ്വാതന്ത്ര്യാനന്തരം 4 നേതാക്കന്മാർ റഷ്യയിൽ പോയല്ലോ.
ഞങ്ങൾ ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ ചീത്ത വിളിച്ച് ഇങ്ങോട്ട് ഓടിച്ചു. നിങ്ങളെന്ന് തോന്നിയാൽ സഹിച്ച് അവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കണ്ടേ, നല്ലല്ലേ നിങ്ങൾക്ക് സ്വാധീനം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞത്. ഇതാണ് ഗ്രാംഷി പറഞ്ഞത്. സമൂഹവുമായി ചേർന്ന് നിന്നുകൊണ്ട് വേണം അവരെ ഭരണകൂടത്തിൽ നിന്ന് വിടർത്തിയെടുക്കാൻ. സാംസ്കാരിക മേൽക്കോയ്മയിലേക്ക് പ്രതികരണങ്ങളുടെ കടൽ വെള്ളം തുറന്നു വിട്ട് കലക്കാനുള്ള ശക്തി ഇന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിനില്ല. അത് നേടണം. അതിന് സ്വതന്ത്ര പരിവേഷമുള്ള ബുദ്ധിജീവി സമൂഹം വേണം. ഈ കടൽ വെള്ളം കയറ്റി വിട്ട് സാംസ്കാരിക മേൽക്കോയ്മ തകർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ മനസ്സിരുത്തി പഠിക്കുകയും നമ്മൾ പരിഹാരം കാണുകയും ചെയ്യേണ്ട കാര്യം. ഈ സാംസ്കാരിക മേൽക്കോയ്മയെ തകർക്കാൻ കടൽ വെള്ളം, പ്രതികരണങ്ങളുടെ കടൽ വെള്ളം കയറ്റിവിട്ട് ഇതിനെ തകർക്കാൻ എന്ത് ചെയ്യണം? ന്യൂ നരേറ്റീവ് നടത്തണം. എന്താണ് ന്യൂ നരേറ്റീവ്? നിങ്ങൾ പവിത്രമെന്നോ ആരാധ്യമെന്നോ ആദരണീയമെന്നോ കണക്കാക്കുന്നതിനെ അങ്ങനെ അല്ല എന്ന് പഠിപ്പിക്കും ന്യൂ നരേറ്റീവിലൂടെ. പിന്നെ ഇപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങൾ പലരും കേട്ടതാണ്. ഇപ്പോൾ ഞാൻ കൊല്ലത്ത് പോയപ്പോൾ ഒരു പെൺകുട്ടി, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, ചേട്ടാ എൻ്റെ ഹീറോ രാമനല്ല രാവണനാണ്, എൻ്റെ ഹീറോ രാവണനാണ്. ന്യൂ നരേറ്റീവാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു കുട്ടി വഴി പഠിച്ചു പോയതുകൊണ്ടോ ഏതോ ഒരു കവി പറഞ്ഞത് കൊണ്ടാണെന്ന് അല്ല. അത് പുതിയ ആഖ്യാനത്തിലൂടെ രാമൻ അനേകം, അതായത് ചോദ്യം ഇതാണ്, അനേകം തവണ തൻ്റെ കസ്റ്റഡിയിൽ സീതയെ വെച്ചിരുന്നിട്ടും രാവണൻ ഒരിക്കൽ പോലും ബലാത്കാരം ചെയ്യാത്ത, പീഡിപ്പിക്കാത്ത രാവണനാണോ? ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും കാട്ടിൽ ഉപേക്ഷിച്ച രാമനാണോ മാന്യനായ പുരുഷൻ? ഈ ചോദ്യത്തിന്റെ മുമ്പിൽ രാമായണം ആഴത്തിൽ പഠിച്ചിട്ടില്ലാത്ത നമ്മുടെ സർവകലാശാല വിദ്യാർത്ഥിനികൾ എന്തുത്തരം പറയും? ആ ഉത്തരമാണ് ന്യൂ നരേറ്റീവ്. JNUവിൽ കുറെ വർഷം നടത്തിയ ആഘോഷം ഉണ്ടല്ലോ, എന്തായിരുന്നു? മഹിഷാസുര രക്തസാക്ഷി ദിനം. എന്തായിരുന്നു അതിന്റെ അവർ പറഞ്ഞിരുന്നത്? ന്യൂ നരേറ്റീവാണ്. മഹിഷാസുരൻ 9 ദിവസവും ദുർഗയുമായിട്ട് വേഴ്ചയിൽ ഏർപ്പെട്ടു. മടുത്തു കഴിഞ്ഞപ്പോൾ അയാളെ കൊന്നുകളഞ്ഞു. കോടാനുകോടി മനുഷ്യൻ നൂറ്റാണ്ടുകളായി ആരാധിക്കുന്ന ഒരു ആരാധനാ ബിംബത്തെ ന്യൂ നരേറ്റീവിലൂടെ, പുതിയ ആഖ്യാനത്തിലൂടെ അത് ആരാധ്യമല്ല എന്ന് പഠിപ്പിക്കുക, ആ ആരാധനയെ നഷ്ടപ്പെടുത്തുക. ഓരോ മേഖലയിലും കോഴിക്കോടൊന്നും അല്ല, കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ഒരു മീറ്റിംഗ്, മലയാള അധ്യാപകരുടെ മീറ്റിംഗാണ്. ആ മീറ്റിങ്ങിൽ വലിയ ബുദ്ധിജീവി പ്രൊഫസർ ചെറിയ പ്രൊഫസർമാർക്ക് ക്ലാസ് എടുക്കുന്നു മലയാളം. ഇനി മുതൽ നമ്മൾ ന്യൂ നരേറ്റീവിലൂടെ വേണം പാഠങ്ങൾ പഠിപ്പിക്കാൻ. എന്നിട്ട് വലിയ പ്രൊഫസർ പറഞ്ഞു കൊടുക്കുന്ന ഉദാഹരണത്തിന് ഭൂതപ്പാട്ട് ഇനിമേൽ പഠിപ്പിക്കുന്നത് നമ്മൾ അറിഞ്ഞ് പഠിപ്പിച്ചിരുന്ന നങ്ങേലി എന്ന സുന്ദരിയായ അമ്മയ്ക്കുണ്ടായ ഉണ്ണിയോടുള്ള അമ്മയുടെ സ്നേഹവും അതിന്റെ ആഴവും വാത്സല്യത്തിന്റെ തീവ്രതയും ഒക്കെയാണല്ലോ കഥ തന്നു. ഇനി അപ്പോൾ അത് അമ്മയുടെ വാത്സല്യവും മാതൃത്വത്തിന്റെ കരുത്തുമാണ് ഭൂതപ്പാട്ട് ഇടശ്ശേരി ആവിഷ്കരിച്ചത്. പക്ഷെ ഇനി പറയേണ്ടത് അതല്ല. മലയുടെ അങ്ങേച്ചെരിവിലുള്ള ഭൂതം കറുത്തിരുണ്ട ദളിത സ്ത്രീയുടെ പ്രതിനിധി, വെളുത്തു സുന്ദരിയായ പൂവമ്പഴം പോലുള്ള ഉണ്ണിയുടെ അമ്മ നങ്ങേലി സവർണ സ്ത്രീയുടെ പ്രതിനിധി. സവർണ സ്ത്രീ ദളിത സ്ത്രീയെ പരാജയപ്പെടുത്തിയതായിട്ട് വേണം ഭൂതപ്പാട്ട് ഇനിമേൽ പഠിപ്പിക്കാൻ. ന്യൂ നരേറ്റീവ്. മനസ്സിലായോ? ഇത് യൂണിവേഴ്സിറ്റിയിലൂടെ വരുന്നതാണ്, പാഠപുസ്തകത്തിൽ ഉണ്ടാവില്ല. പക്ഷേ പഠിപ്പിക്കുന്ന ബുദ്ധിജീവികളുടെ ഉള്ളിൽ ഈ സാധനം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് പുതിയ ആഖ്യാനങ്ങളിലൂടെ ഇവിടെ ഇരിക്കുന്ന കുറെ പേർക്ക് ആവർത്തനമാണ്. എങ്കിലും ചിലർക്കെങ്കിലും വേണ്ടി ഞാൻ വീണ്ടും ആവർത്തിക്കും വിഷയത്തിന്റെ ഭാഗമായിട്ട്. ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാനൊരു 100 തവണയെങ്കിലും ആവർത്തിച്ചത്. ഒരു യൂണിവേഴ്സിറ്റിയിൽ MA പഠിക്കാൻ പോയ പെൺകുട്ടിയുടെ കഥ. MA പഠിക്കാൻ അവൾ ഡിഗ്രി കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് MA ചേർന്നു. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ചെന്നു. 18 പേരുള്ള അവരുടെ ബാച്ചിൽ ആദ്യത്തെ ദിവസം പരിചയപ്പെടാൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഒരു വനിത വന്നു. അവർ 40 വയസ്സിൽ കൂടുതലുള്ള ഒരു വനിതയാണ്. പരിചയപ്പെട്ടു. ഈ പെൺകുട്ടി അവളൊരു ഹിന്ദു പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് ഇവിടെ കുറി, വിവാഹം കഴിച്ചതിൻ്റെ ഇവിടെ കുറി, താലിമാല എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ ആവാതെ ചൂടം നോക്കിയിട്ട് പ്രൊഫസർ ചോദിച്ചു, അല്ല നീ ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. ഇവിടെ ചോദിച്ചു, എന്താ ടീച്ചറെ പ്രശ്നം? അല്ല നീ എന്തിനാ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്താണോ? അല്ല നീ ഇവിടെ നെറ്റിയിലൊരു കുറി, തലയിൽ വേറൊരു കുറി, കഴുത്തായി കുറെ ചരട് മാല. അല്ലാതെ ഞാൻ കല്യാണം കഴിച്ചത്. അല്ല നീ കല്യാണം കഴിച്ചു എന്നാണോ സമ്മതിച്ചു?
അതിന് ഇതെന്താ? ഇതൊരടിമത്തത്തിന്റെ അടയാളമാണ്. ഇതൊരടിമത്തത്തിന്റെ അടയാളമാണ്. ഇത് ഈ ഒരു പുരുഷന്റെ അടിമയാണെന്നുള്ളതിന്റെ അടയാളങ്ങളാണ് നിന്റെ നെറ്റിയിലും തലയിലും കഴുത്തിലൊക്കെ തൂക്കിയും വരച്ചും വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, 2 കൊല്ലം നിങ്ങൾ എന്റെ കയ്യിലുണ്ടല്ലോ. MA വിമൻസ് സ്റ്റഡീസ് ആണ് വിഷയം. 2 കൊല്ലം നിങ്ങൾ എന്റെ കയ്യിലുണ്ടല്ലോ. ഇത് കഴിഞ്ഞു പോകുമ്പോൾ ഇതെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായി. ആ കുട്ടി 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 2ാം റാങ്കോട് കൂടി വിജയിച്ചു. അവളുടെ പടം ഫേസ്ബുക്കിൽ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് സംശയം, ഞാൻ ആ കുട്ടി നേരിട്ട് ഇങ്ങനെ നിന്ന് പരിചയപ്പെട്ട് വർത്താനം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അവളും എന്നോട് പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. ഈ ഫേസ്ബുക്കിൽ പടം കണ്ടപ്പോൾ ഞാൻ ആ കുട്ടിയാണോ ഈ കുട്ടി എന്ന് എനിക്കൊരു സംശയം. രൂപത്തിൽ ചില മാറ്റങ്ങൾ എനിക്കന്ന് അവിടെ വെച്ചുണ്ടായിരുന്നു. നമ്മുടെ അവിടുത്തെ ഒരു മുതിർന്ന പ്രവർത്തകരെ കൊണ്ട് ഞാൻ അന്വേഷിച്ച് ഈ കുട്ടി തന്നെയാണോ അത്. അപ്പോൾ അതൊരു അദ്ദേഹം പറഞ്ഞു അതെ. അപ്പം ഞാൻ ഈ അധ്യാപകനോട് പറഞ്ഞു, അങ്ങനെയാണ് അവളോട് ഒരു ചോദ്യം ചോദിക്കണം. 2 കൊല്ലം മുമ്പ് ടീച്ചർ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നുണ്ടോ? 2 കൊല്ലം കഴിയുമ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ചിലത് ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. അവിടെ കുറിയില്ലാത്തപ്പോൾ യാദൃശ്ചികമായിട്ടിട്ടതാണോ എന്നറിയാനാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ആ അധ്യാപകൻ അവളോടത് ചോദിച്ചു. അവൾ പറഞ്ഞു, അല്ല ചേട്ടാ സാറേ, ഞാൻ കുറിയെ വായിച്ചിട്ടുള്ളൂ, താലി പൊട്ടിച്ചിട്ടില്ലല്ലോ. കുറി കളഞ്ഞു. താലി വേണോ വേണ്ടോ എന്ന് അവൾ ആലോചിച്ചു കൊണ്ടിരിക്കുക. പുരുഷന്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിന് ന്യൂ നെഗറ്റീവാണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സമത്വമല്ല. നിങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കുടുംബം എന്ന മൂല്യം, സങ്കല്പം, അതിനെ തകർത്താലേ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടൂ എന്നാണ് അതിന്റെ അർത്ഥം. താലി ചുട്ടരിക്കൽ സമരം കേരളത്തിൽ നടന്നതാണ്. താലി ചുട്ടരിക്കൽ സമരം. പിന്നെ കുറെ ഉദാഹരണങ്ങൾ ഞാൻ ഓടിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മഹാരാജാസ് കോളേജിൽ ഗുരുവിന്റെ പീഠം കത്തിച്ചത്, പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഗുരുവിനെ കുഴിച്ചിട്ട് റീത്ത് വെച്ചത് ഗുരുവിനാണെന്ന് സങ്കല്പിച്ചിട്ട് പ്രിൻസിപ്പളിന്റെ പേരിൽ, കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ പ്രിൻസിപ്പളിന്റെ മുമ്പിൽ ചേംബറിന്റെ മുമ്പിൽ പോയിരുന്നു തെറി വിളിക്കുകയും അവിടെ മുഴുവൻ പോസ്റ്റർ എഴുതി വെച്ചു, നിങ്ങൾ ചത്തിരിക്കുന്നു, നിങ്ങൾക്ക് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് പോസ്റ്റർ എഴുതി വെച്ച് മുദ്രാവാക്യം വിളിച്ചതും ഒക്കെ എന്തിനായിരുന്നു? ഒരു പ്രതിഷേധ സമരമല്ല, ഗുരു എന്ന സങ്കല്പം മാറി വരുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾ ചിലരെങ്കിലും ഫേസ്ബുക്കിൽ ഒരു പടം കണ്ടിരുന്നോ? സ്കൂളിൽ നിന്ന് ടൂർ പോയ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് പ്രിൻസിപ്പാളും ആ സ്കൂളിലെ മുതിർന്ന ഒരു പയ്യനുമായി ഉമ്മ വെക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതിൻ്റെയൊക്കെ പടം ഫേസ്ബുക്കിൽ കണ്ടിരുന്ന ആൾ കേരളത്തിലെല്ലാം തോന്നും, എറണാകുളത്തിലോ ഹൈദരാബാദിലോ അവർ സസ്പെൻഡ് ചെയ്തു. ഗുരു ശിഷ്യ സങ്കല്പം എവിടെ നിൽക്കുന്നു? ഭാരതീയ സംസ്കാരത്തിന്റെ മൂലസ്രോതസ്സുകളിൽ ഒന്നാണത്. ആ സന്ദർഭത്തിൽ ഈ തർക്കമുണ്ടായ വേളകളിൽ 2-3 കൊല്ലം മുമ്പ് കേരളത്തിലെ ഒരു യുവജ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവ് പ്രസംഗിച്ചു, ഗുരു ശിഷ്യ സങ്കല്പം എന്നുള്ളത് അടിച്ചുടയ്ക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഒരു വിപ്ലവ യുവാവ് പറഞ്ഞതാണ്, സംസ്ഥാന നേതാവ് പ്രസംഗിച്ചതാണ്. ഗുരു ശിഷ്യ സങ്കല്പം എന്നുള്ളതിന്റെ ആ സങ്കല്പം അടിച്ചുടച്ച് കളയേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അതൊരു ബൂർഷ്വാ സങ്കല്പമാണ്, തകർക്കേണ്ടതാണ്. ഗുരുവും ശിഷ്യരും തുല്യരാണ്. ഒരു സങ്കല്പത്തിനെ ന്യൂ നെഗറ്റീവിലൂടെ കളയുകയാണ്. അങ്ങനെ ഓരോന്നിനെയും കുടുംബം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പിന്നെ കർണൻ, ബാലി, മഹാബലി, സീത, ഓരോന്നും ഇഷ്ടംപോലെയുണ്ട്. കുന്തി മാതാവെന്ന് നമ്മൾ പറഞ്ഞത്. കുന്തിയെ എന്തുകൊണ്ട് നിങ്ങൾ വേശ്യ എന്ന് വിളിക്കുന്നില്ല? മഞ്ചേരി NS കോളേജ് ഇറക്കിയ കോളേജ് മാഗസിനിലെ തലക്കെട്ടാണ്. കുന്തിയെ നിങ്ങൾ എന്തുകൊണ്ട് വേശ്യ എന്ന് വിളിക്കുന്നില്ല? കോളേജ് മാഗസിൻ അതിന് കച്ചാവടിച്ച പിള്ളേർ വെറുതെ ഇറക്കുന്നതല്ലല്ലോ. കോളേജ് അധികൃതരുടെ കൂടി അനുമതിയോടും സമ്പത്തോടും കൂടി ഇറക്കുന്നതാണ്, സാമ്പത്തിക സഹായത്തോടും കൂടി ഇറക്കുന്നത്. ആ ചോദ്യത്തിന്റെ ലക്ഷ്യം എന്താ? ഇങ്ങനെ ഓരോന്നും ന്യൂനപക്ഷം, ദളിത്, ഇതൊക്കെ ഇരകളാണ്. കർണൻ ഇരയാണ്, ബാലി ഇരയാണ്, ദുര്യോധനൻ ഇരയാണ്. ഓരോന്നിനെ ഇരയാണ്. ദളിതൻ ഇരയാണ്, ന്യൂന മുസ്ലിം ഇരയാണ്. ഈ ഇരവാദം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക ന്യൂ നെഗറ്റീവിലൂടെ. നാട്ടക NSS കോളേജ് ഗവൺമെന്റ് കോളേജിൽ കുറച്ചു നാൾ മുമ്പ് അവിടെ പുതിയ വിദ്യാർത്ഥികളെ വെൽക്കം ചെയ്യാൻ വേണ്ടി ക്യാമ്പസ് മുഴുവൻ പോസ്റ്റർ വരച്ചു വെച്ചിരിക്കുകയാണ്, സ്ത്രീ ശരീര അവയവങ്ങൾ. എന്നിട്ട് അതിൻ്റെ അടിയിൽ ചന്തയിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്നും തെറിയല്ല എന്നൊരു വലിയ തലക്കെട്ടും കൂടി, ഒരു ബാനറും കൂടി. ഇതൊന്നും തെറിയല്ല, നിങ്ങൾ കുഴപ്പക്കാരനായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് തെറിയായിട്ട് തോന്നുന്നത്.
ഇതൊന്നും തെറിയല്ലേ, സാധാരണ ഭാഷ എന്നായിരുന്നു അവരുടെ പ്രയോഗം. എറണാകുളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നല്ലോ, ഇവിടുത്തെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര കണ്ടല്ലേ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 2-3 കൊല്ലം മുമ്പ് ഇറക്കിയ കോളേജ് മാഗസിന്റെ നഗ്നത പാപമല്ല, പാപമാണെങ്കിലും പറഞ്ഞിരുന്നു. ആ കോളേജ് മാഗസിന്റെ കവർ പേജ് തൊട്ട് അവസാന പേജ് വരെയും നഗ്ന സ്ത്രീ ശരീരങ്ങളുടെ ചിത്രങ്ങളായിരുന്നു. നഗ്ന സ്ത്രീ ശരീരങ്ങളുടെ ചിത്രങ്ങൾ. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇറക്കുന്ന മാഗസിനിൽ ഈ നഗ്ന ശരീരങ്ങളുടെ ചിത്രം വരച്ചു വെക്കുന്നത് ഏത് പുരോഗമനം ഉണ്ടാകാനാണ്, ഏത് നിലവാരം ഉയർത്താനാണ്, ഏത് വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്, യുവജനങ്ങളെ ഏത് നിലയിലേക്ക് ചിന്തിപ്പിക്കാനാണ്, നല്ലതിനാണോ? അതിന് ആശംസ മുഖ്യമന്ത്രി പ്രിൻസിപ്പളിന്റെ ഒപ്പോടുകൂടി ഇറക്കിയ മാഗസിൻ എറണാകുളത്ത് ഇറക്കിയതാണ്. ഇങ്ങനെ ഓരോന്നും പിന്നെ ബാക്കി നിങ്ങൾക്കറിയാം, തൃശ്ശൂരിലെ കേരളവർമ്മ കോളേജിൽ നഗ്ന സരസ്വതിയുടെ പടം വെച്ചത്, MFS ചെയ്ത ചിത്രങ്ങൾ, ഇതെല്ലാം നമ്മൾ കണ്ടു. സരസ്വതി ആരാധ്യ അല്ല, സരസ്വതി ആരാധ്യ. ഇങ്ങനെ ഓരോ ബിംബങ്ങളെയും തലശ്ശേരി ബ്രണ്ണൻ മറ്റേ ആ കത്തികൾക്കടയിലൂടെ നടക്കുന്ന ആ കോളേജ് മാഗസിനിൽ 4-5 കൊല്ലം മുമ്പ് ഇറക്കിയ മാഗസിനിലെ തീം ഭാരതമാതാവേ നീ ഒരു വേശ്യയാകും അതായിരുന്നു. അത് ഒറ്റപ്പാട് NSS കോളേജ് മാഗസിൻ. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നിന്ന് ഇറക്കിയതിൽ അവർ ദേശീയ ഗാനം കേൾക്കുമ്പോൾ, ഈ സിനിമാ തിയേറ്ററിൽ ദേശീയ ഗാനം പാടണം എന്ന നിർബന്ധം ഒക്കെ ഇടയ്ക്ക് വന്നില്ലേ, ആ സമയത്താണ് മാഗസിൻ അതിൽ പറഞ്ഞത്, ദേശീയ ഗാനം കേൾക്കുമ്പോൾ നിങ്ങൾ ശാരീരിക ബന്ധത്തിലേർപ്പെടണം. കോളേജ് മാഗസിന്റെ ആഹ്വാനമാണ്. എന്തിനാണ്? ഓരോ നരേറ്റീവും സൃഷ്ടിച്ച് ഞാൻ ആദ്യം പറഞ്ഞ ഈ ആദരണീയമെന്നോ പരസ്ത്രീ ഗമനം പണ്ട് കണക്കാക്കിയതിന് ഒരു കാര്യമാണ്. ഇങ്ങനെ ഓരോന്നും, ഈ ചുംബന സമരം നടത്തിയത്, ബീഫ് ഫെസ്റ്റ് നടത്തിയത്, താലിചുട്ടരിക്കൽ സമരം നടത്തിയത്, ക്യാച്ച് അയ്യപ്പ ബസ് സമരം നടത്തിയത്, ആർത്തവ സമരം നടത്തിയത് ഒക്കെ ശബരിമല സ്ത്രീ പ്രവേശനം എന്ന പേരിൽ നടത്തിയ ഇതിലൂടെയെല്ലാം ന്യൂ നരേറ്റീവിലൂടെ എന്തൊക്കെയാണോ നിങ്ങൾ മൂല്യങ്ങളായി കണക്കാക്കുക, സാമൂഹിക ബന്ധം, ധാർമ്മിക മൂല്യങ്ങൾ എന്ന് നിങ്ങൾ കണക്കാക്കുന്നത് നിങ്ങളെ അടിമയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങളോട് ധാർമ്മികതയുടെ പേരിൽ പറയുന്നതിനെ ഒക്കെ ധിക്കരിക്കുക. ഇത് മൂല്യമാണ്, നമ്മുടെ സംസ്കാരമാണ് എന്ന് പറയുന്നത് നിങ്ങളെ അടിമയാക്കി വെക്കാൻ വേണ്ടിയാണ്. ആ മൂല്യങ്ങളെ നിങ്ങൾ തിരസ്കരിക്കുക. ഇത് ആദരിക്കപ്പെടേണ്ട ഒരു സ്ഥാനമാണ് എന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നത് അവരുടെ ആധിപത്യം നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എല്ലാ ആദരണീയ സ്ഥാനങ്ങളെയും നിങ്ങൾ ചോദ്യം ചെയ്യുക, എതിർക്കുക, വെല്ലുവിളിക്കുക. അങ്ങനെ ഓരോ അംശത്തിലും ന്യൂ നരേറ്റീവിലൂടെ ഈ സാംസ്കാരിക മൂല്യങ്ങളെ, സങ്കല്പങ്ങളെ തകർത്ത് കളഞ്ഞെന്നാൽ അവിടെ പിന്നെ അത് ഗ്രാംഷി പറഞ്ഞതല്ല, ബാക്കി എന്തുണ്ടാവും? ഒരു ശൂന്യതയായിരിക്കും, അരാജകത്വം. ആ ശൂന്യതയിലേക്ക്, അരാജകത്വം നിറഞ്ഞ സമൂഹത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം കയറ്റിവിടാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിൽ പോകുന്നവർ മുഴുവൻ ഈ പറയുന്ന തീവ്രതയുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളുടെ വക്താക്കളായി മാറുന്നത്, കള്ളും കഞ്ചാവും വിൽക്കുന്നതും അവരുടെ സംരക്ഷകരായി മാറുന്നത്. അവരല്ലേ കാവൽ. ചുംബന സമരത്തിന് കാവലാരായിരുന്നു കൊച്ചിയിൽ നടന്നതിന്. അതുപോലെ മറ്റേ ഇതെന്താണ്, നല്ലൊരു പദമുണ്ടായിരുന്നു, സദാചാരം. പറയാൻ പറ്റുമോ? ഇപ്പോൾ ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? വാക്കുകളുടെ അർത്ഥത്തെ വ്യഭിചരിക്കുക. പ്രണയം ഒരു സുന്ദരമായ വാക്കായിരുന്നില്ലേ? ഇപ്പൊ പ്രണയം എന്ന് പറഞ്ഞാൽ പ്രണയപ്പക എന്ന് പറയണം. സദാചാരം എന്ന് പറഞ്ഞാൽ സദാചാര പോലീസ്, അപ്പൊ സദാചാര ഗുണ്ട. അതുകൊണ്ട് എന്ത് വേണം? അത്തരം നല്ല സങ്കല്പങ്ങളെ തകർത്ത് കളയുക. അതിലൂടെ സദാചാരം എന്ന് അല്ല, അതിന്റെ കുലസ്ത്രീ, കുലസ്ത്രീ അതൊരു വൃത്തികെട്ട വാക്കായി മാറിയിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ നല്ല വാക്ക് എന്ന്, അങ്ങനെ നല്ല വാക്കില്ല, അത് വരേണ്യവർഗത്തിന്റെ ഭാഷയാണ്. അതാണ് പ്രയോഗം. അത് വരേണ്യവർഗത്തിന്റെ, ആധിപത്യത്തിന്റെ ഭാഷയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആധിപത്യത്തിന്റെ ഭാഷയെ തകർക്കണം. അതിനെന്ത് വേണം? പച്ചത്തെറി പറയണം. കോഴിക്കോട് നടന്ന ലിറ്റററി ഫെസ്റ്റിൽ പച്ചത്തെറി മൈക്കിലൂടെ പറയുന്നത് നിങ്ങൾ ചിലർ ഞാൻ കേട്ടിട്ടുണ്ട്. പുളിച്ചത്തെറി. ഒരു കഥ എഴുതിയതാണ്. ആ കഥയിൽ ഒരു തെറി, ആ തെറിയെക്കുറിച്ചാണ് കഥാകാരനായ ചെറുപ്പക്കാരൻ പറയുന്നത്. 100 ആയിരക്കണക്കിന് ആൾക്കാർ നിൽക്കണം. അവർ പറയും ഇവിടെ ഈ തെറിയല്ലാതെ വേറെ എന്ത് യോജിക്കും എന്നാണ് എഴുത്തുകാരൻ എന്ന വ്യാജന അയാൾ ചോദിക്കുന്നത്. അപ്പൊ തെറി വാക്കുകളില്ല, ശുദ്ധഭാഷയില്ല, സാംസ്കാരിക ഭാഷയില്ല, നല്ല ഭാഷയില്ല.
നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. പഴയ പ്രാർത്ഥനയാണ്. 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും ഒക്കെ പോകുമ്പോൾ പഠിപ്പിച്ചിരുന്ന ഒരു പ്രാർത്ഥനയിലെ ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാകുമായിരുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു വരി, നല്ല ഓതുവാൻ ത്രാണിയുണ്ടാകണം. അങ്ങനെ നല്ല വാക്ക്. അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുക, ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ, മുമ്പേ സൂചിപ്പിച്ച ഈ ചാനൽ ചർച്ചകളിൽ മുഴുവൻ എന്തുകൊണ്ടാണ് പുലഭ്യം പറയുന്നത്? നല്ല വാക്ക് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഭാഷ സംസ്കാരത്തിൻ്റെ ഒരു മൂലസ്രോതസ്സാണ്. ഭാഷയെ നശിപ്പിച്ചാൽ സംസ്കാരത്തെയും തകർക്കാനായി. അതുകൊണ്ട് ഈ മൂല്യവത്തായിട്ട് കണക്കാക്കുന്നതിനെ മുഴുവൻ അതിൻ്റെ ആധിപത്യം, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ആധിപത്യം എന്നത്, മേൽക്കോയ്മ എന്നുള്ളത് ഒത്തിരി സ്ഥലത്ത് പറഞ്ഞാണ് ചിലപ്പോൾ നിങ്ങൾ കേട്ടതായിരിക്കും. ആധിപത്യത്തിൻ്റെ ഒരു അടയാളം സാംസ്കാരിക ആധിപത്യമുള്ള ജനതയെ കീഴടക്കാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ ഗ്രാംഷി പറയുന്നത്. പറ്റില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് സംസ്കാരം സ്വാധീനിച്ചിട്ടുള്ള സമൂഹത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അംശത്തിലും സംസ്കാരം ഉണ്ടായിരിക്കും. കുഞ്ഞു കാര്യങ്ങളടക്കം എടുത്തുകൊള്ളുക. ഒരാൾ കല്യാണം കഴിച്ചു, 2 പേര് പോയിട്ട് നേരെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് പോരുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. കാരണവന്മാർ, ഗുരുകാരണവന്മാർ, ബന്ധുജനങ്ങൾ, നാട്ടുകാർ, നാട്ടിലെ പ്രമാണിമാർ എല്ലാവരുടെയും സമൂഹത്തിനെ സാക്ഷി നിർത്തി ആ സമൂഹ ജീവിതത്തിലേക്ക് ഞാനും കാലെടുത്ത് വയ്ക്കുന്നു, ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു, സമൂഹത്തിനെ നിലനിർത്തുവാൻ എനിക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന ഒരു കുടുംബ സങ്കല്പം അതിലൂടെ ആർജിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് നാളിലേക്ക് ഉണ്ണി പിറന്നു, കുട്ടിയുണ്ടായാൽ ആ ഉണ്ണി പിറന്ന് നേരെ അതിനെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്ത് ഇപ്പം അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയല്ലല്ലോ. പേരിടുന്നത് ഇപ്പം ആശുപത്രി വെച്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെയല്ല. പണ്ടത്തെ നാമകരണം ഒരു സംസ്കാരമായിരുന്നില്ലേ? നാമകരണ ചടങ്ങ് 28 കെട്ട് ഒരു ചടങ്ങായിരുന്നു. അത് കഴിഞ്ഞ് 4, 2, 3 വയസ്സാകുമ്പോൾ അക്ഷരാഭ്യാസം. വെറുതെ കൊണ്ടുപോയി സ്കൂളിൽ ചേർക്കല്ലോ, നഴ്സറി ചേർക്കല്ല. ഈ വിദ്യാരംഭം ഒരു സംസ്കാരത്തിന്റെ സ്വാധീനമാണ്. ഇത് സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും സവർണനാണെങ്കിലും ദളിതനാണെങ്കിലും ഇതുണ്ട്. ഇല്ലേ? വിദ്യാഭ്യാസം കഴിഞ്ഞു, ജോലി കിട്ടി, ഒന്നുകിൽ കച്ചവടക്കാരനായി, ഉദ്യോഗസ്ഥനായി, പ്രൊഫസറായി, എന്തായാലും ഈ സംസ്കാരം ഉള്ളവൻ എന്ത് ചെയ്യും? ആദ്യം കിട്ടിയ ശമ്പളത്തിൽ നിന്നൊരു പങ്ക് ഒന്നുകിൽ അവൻ നാട്ടിലെ അമ്പലത്തിൽ കൊടുക്കും, അല്ലെങ്കിൽ ഒരു സേവാകാര്യത്തിന് കൊടുക്കും, അല്ലെങ്കിൽ പള്ളിയിൽ കൊടുക്കും. കൃഷിക്കാരനായോ ആദ്യത്തെ ഒരു വാഴക്കൊല അല്ലെ ഒരു കൂട്ടം തേങ്ങാക്കൊല കൊണ്ടുപോയി അവന്റെ ആരാധനാലയത്തിൽ കൊടുക്കും. അവൻ അറിയാതെ അവന്റെ മനസ്സിനെ സ്വാധീനിച്ച് കഴിഞ്ഞിട്ടുള്ള തലമുറകളായി സ്വാധീനിച്ചു പോന്നിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ സ്വാധീനത്തിന്റെ പ്രതികരണമാണ്, പ്രതിഫലനമാണ് ഇത്. അത് കഴിഞ്ഞെന്നാലോ ഈ കൃഷി ഉദ്യോഗം പിരിഞ്ഞു കഴിയുമ്പോഴും ഇതുപോലെ ചില ചടങ്ങുകൾ. അവസാനം ചാവാനായാലും വെറുതെ വിടുവോ? ശവം സംസ്കരിക്കുകയാണ്. ശവസംസ്കാരം എന്നാക്കി വെറുതെ സംസ്കാരത്തിന്റെ ആമൂലാഗ്രം, സംസ്കാരത്തിന്റെ ആധിപത്യം എന്ന് ഗ്രാംഷി പറഞ്ഞ ഈ സമൂഹത്തിലേക്ക് എന്ത് വിപ്ലവം പറഞ്ഞാലും, നിന്റെ ദാരിദ്ര്യം മാറ്റാൻ എന്തെന്ന് പറഞ്ഞാലും ആരും അനുവദിച്ചു വരില്ല. അതുകൊണ്ടാണ് വിപ്ലവം ഏക്കാതെ പോയത്. സാംസ്കാരിക സമൂഹത്തിൽ വിപ്ലവം സംഭവിക്കാതെ പോയത് ഈ സംസ്കാരത്തിന്റെ മേൽക്കോയ്മയുള്ളത് കൊണ്ടാണ്. നമ്മളെ സംബന്ധിച്ച് സംസ്കാരത്തിന്റെ വേരുകൾ ഉള്ളതുകൊണ്ട്. ഈ വേരുകൾ, മൂല്യം എന്നത് മൂലം എന്ന വാക്കിൽ നിന്നാണ്, മൂലം വേരാണ്. ഈ വേരുകളെ അറുത്ത് കളഞ്ഞാൽ ഈ വടവൃക്ഷത്തെ നിപതിപ്പിക്കാൻ കഴിയും. ഭാരതമാകുന്ന വിശാലമായ ഈ സംസ്കാരമുള്ള ഈ രാഷ്ട്രത്തിന്റെ ആ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ ചരിത്രത്തിനും എത്തി നോക്കാൻ കഴിയാതിരുന്ന ആ ഭൂതകാലത്തിൽ നിന്ന് അന്ന് തൊട്ട് ഇന്നോളം ഭാരതത്തിൽ നിന്ന് ഉന്നതമായ ആശയങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. ആ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ, സംസ്കാരത്തിന്റെ കരുത്തിനെ, അതിന്റെ നാനായ വേരുകളെ അറുത്ത് കളഞ്ഞ് ഈ മഹാവടവൃക്ഷത്തെ നിപതിപ്പിക്കുവാനുള്ള ശ്രമം ആണ് ന്യൂ നരേറ്റീവിലൂടെ നടത്തുന്നത്. ഇത് വെറും കുട്ടിക്കളിയോ വെറും കള്ളും കഞ്ചാവും മരിച്ച ചില ആൾക്കാരുടെ പേക്കൂത്തോ അല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ബാക്കി ഇപ്പോൾ പറയുന്നില്ല. ഇതിന് പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് കൂടി എപ്പോഴെങ്കിലും ആലോചിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.